ഞാൻ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ കുറ്റ്യാടി മൈക്രോ ഹോസ്പിറ്റലിലെ സൈക്കോളജിസ്റ്റാണ്. ഈ സൈക്കോളജിസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാനസിക രോഗികളെ ചികിത്സിക്കുന്ന ഒരാളാണ്. നിങ്ങളെൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ തുറച്ചു നോക്കണ്ട, ഞാൻ മാനസിക രോഗിയാന്നല്ല പറഞ്ഞു. ഓരോക്കെയാണ് എൻ്റെ കയ്യിലൂടെ ഡെയിലി പോവുക. ഞങ്ങൾക്കെന്താ ഈ കുടുംബ സംഗമത്തിൽ കാര്യമെന്ന് ചോദിക്കും നിങ്ങൾ അല്ലേ? കുടുംബത്തിൻ്റെ വളരെ ഭംഗിയായി ഉസ്താദ് കുടുംബത്തിൻ്റെ ഇസ്ലാമിക വശങ്ങളൊക്കെ സൂചിപ്പിച്ചു കഴിഞ്ഞു. എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് എപ്പോഴും ഒരു ക്ലാസ് എന്ന് പറയുമ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടാവുമല്ലോ, ഇത്ര സമയം ഉണ്ടാവും, ഇത്രയും സമയം സഹിച്ചിരിക്കണം, ഒന്നും വേണ്ട. നിങ്ങൾക്ക് എപ്പോഴാണോ ബോറടിച്ച് തുടങ്ങുന്നത് അന്നേരം ഞാൻ നിർത്തും. നിങ്ങൾ ചോദിക്കും അതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാകുക? നിങ്ങളെ മുഖം ഇങ്ങോട്ടാണല്ലോ, മുഖത്ത് നോക്കിയിട്ട് നമുക്കറിയാം ഒരാൾ സംസാരിച്ചു തുടങ്ങിയാൽ അല്ലേ? അപ്പം ഞാൻ അവസാനിപ്പിക്കും. അതുകൊണ്ട് നിങ്ങൾ ആ കാര്യത്തിൽ ടെൻഷൻ ആവണ്ട. ഇനി ഇയാളത് കുറേ സഹിക്കേണ്ടി വരും, ഇനിയിപ്പോൾ വേറൊരാൾ പ്രസംഗിക്കാനുണ്ടോ? അങ്ങനെയാണല്ലോ പൊതുവെ പ്രസംഗം കേൾക്കാൻ പൊതുവെ നമുക്കെല്ലാം മടിയാണ്. ഇപ്പം ആരോട്ട് പോയി ഇരിക്കുകയില്ല, കാരണം നമ്മുടെ കൈകളിൽ യൂട്യൂബിലുണ്ട്. ഞാൻ ഈ സാധനം ഒന്നും എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഈ മൈക്കിൻ്റെ എഞ്ചിനീയർ ഇത് റെഡി ആയിരിക്കുമോ? ഇത്തരം സംഗതികൾ എന്നോട് വലിയ താല്പര്യമൊന്നുമില്ല. ഇതൊക്കെ പ്രാസംഗികമായ സാധനം. എനിക്ക് നിങ്ങളോടാണ് പറയാനുള്ളത്, നേരിട്ടാണ് പറയാനുള്ളത്. എനിക്ക് സ്റ്റുഡൻസ് ഉണ്ട്, എൻ്റെ കുട്ടികളുണ്ട്, ഞാൻ ക്ലാസ് എടുക്കുന്ന സൈക്കോളജി പഠിക്കുന്ന ഡിഗ്രിക്കാരും പി ജിക്കാരും ഒക്കെ ആയിട്ടുള്ള മക്കളുണ്ട്. അപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ ഓലപ്പോലെ നിങ്ങളങ്ങ് കണക്കാക്കുക. എല്ലാവരും കുറച്ച് കുട്ടികളായിട്ട് ഇങ്ങനെ ഇരിക്കുക. പ്രായമുള്ളവരൊക്കെ ഉണ്ട് എൻ്റെ പ്രായമുള്ളവരൊക്കെ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് കണ്ണ് വിഴിക്കുന്നുണ്ട് കുട്ടികളാണെന്നൊക്കെ പറയുമ്പോൾ. സാരമില്ല, നിങ്ങൾ എന്നെ എറിഞ്ഞു കൊന്നാലും കുഴപ്പമില്ല. അപ്പോൾ വളരെ കുറഞ്ഞ കാര്യങ്ങൾ, ഞാൻ ഇസ്ലാമികമായ വശങ്ങളിലേക്കോ സാമൂഹികമായ വശങ്ങളിലേക്കോ ഒന്നും പോവുകയല്ല. കുറച്ച് കാര്യങ്ങൾ മാനസികമായി മാത്രം കുടുംബങ്ങളെ അടുപ്പിക്കാനും ബന്ധങ്ങൾ ചേർക്കാനും കുട്ടികളുമായിട്ടുള്ള വളർച്ചയിലും നിങ്ങളുടെ കുടുംബ പാർട്ട്നേഴ്സ് മീൻസ് ഭാര്യ ഭർത്താക്കന്മാരുടെ ജീവിതം, ഉപ്പ ഉമ്മ ഇവരുടെയൊക്കെ ജീവിതത്തെക്കുറിച്ചൊക്കെ വളരെ കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ മാനസിക തലത്തെക്കുറിച്ച് മാത്രം പറഞ്ഞിട്ട് വലിയ പ്രഭാഷണമൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോവില്ല. നമുക്ക് സൈക്കോളജിക്കലി എങ്ങനെ ഒരാളോട് ബിഹേവ് ചെയ്യാൻ പെരുമാറാം എന്നുള്ളതിനെക്കുറിച്ച് മാത്രം പറഞ്ഞിട്ട് അവസാനിപ്പിക്കും. പൊതുവെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അറിവൊക്കെ നമുക്ക് ഭയങ്കര കൂടുതലാണ് അല്ലേ? അറിവിൻ്റെ ഒക്കെ ആവശ്യമൊന്നും നമുക്കില്ല. ഞാൻ നിങ്ങളോടൊറ്റ ചോദ്യം ചോദിക്കട്ടെ, ഇലയുടെ കളർ എന്താ? ഒച്ചത്ത് പറ. പച്ച അല്ലേ? ഇലയുടെ കളർ പച്ചയാണ്, അത് നമ്മുടെ അറിവാണ്. നിങ്ങൾ ചോദിക്കാനൊന്നുമില്ലല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാം ഇലയുടെ കളർ പച്ചയാണെന്ന്. പക്ഷെ ഞാൻ ചെറുതായിട്ടൊന്ന് തിരുത്തുകയാണ്. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ സിറ്റ് ഔട്ടിലോ ഈ കോമ്പൗണ്ടിലൊക്കെ വളർത്തുന്ന ഇലകളൊക്കെ പച്ച ഇലകളാണോ? അല്ല. ഏറ്റവും കൂടുതൽ ഭംഗിയായി നിങ്ങൾ ആസ്വദിക്കുന്നത് പച്ച ഇലകളുടെ മേലെ നോക്കിയിട്ടാണോ വേറെ കളർ ഇലകളിൽ നോക്കിയിട്ടാണോ? കളറിലെയാണ്. നിങ്ങൾ എവിടെയെങ്കിലും ഒരു ഗാർഡനിൽ പോയി ഇരുന്ന് കഴിഞ്ഞാൽ അവിടെയുള്ള പച്ച ഇലകളിലേക്കാണോ ഏറ്റവും കൂടുതൽ നോക്കുന്നത്, അതോ മറ്റു നല്ല അടിപൊളി കളേഴ്സായിട്ടുള്ള ഇലകളിലേക്കാണോ നോക്കുന്നത്? കളേഴ്സായിട്ടുള്ളതാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടവും കളറായിട്ട് പിന്നെന്ത് നിങ്ങൾ പച്ച എന്ന് പറഞ്ഞു? അതാണ് മനുഷ്യൻ അല്ലേ? നമ്മൾ എന്താണോ പഠിച്ചു വെച്ചത്. ഇനി ഞാൻ പൂക്കള കളർ ചോദിക്കുന്നില്ല, കാരണം ഇലകൾ പച്ച, പൂക്കൾ മഞ്ഞയാണ്. അപ്പോൾ നമ്മൾ എന്താണോ പഠിച്ചു വെച്ചത് അതാണ് നമ്മൾ ആവശ്യം. ഞാൻ അതിനെ ഒന്ന് തിരുത്താൻ മാത്രമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. നിങ്ങൾ പഠിച്ചു വെച്ച പച്ച എന്ന് പറയുന്നത് തിയറിയാണ് അല്ലേ? പക്ഷേ പച്ചയല്ല. ഇപ്പോൾ ഞാനൊരിക്കൽ ഒരു സൈക്കോളജി ക്ലാസ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു ഒരു സ്കൂളിലെ പാരൻറ്റിങ് മീറ്റിലാണ്. അപ്പോൾ കുട്ടികളെ വളർത്തുന്നതിൻ്റെ കുറേ മാനസിക രീതികളെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഒരു ഉമ്മുമ്മ ഒരു കുട്ടിയുടെ ഗ്രാൻഡ് മദറായിട്ട് വന്നതാണ്. ഓൻ്റെ ഉമ്മയല്ല, ഓൻ്റെ ഉമ്മാൻ്റെ ഉമ്മയാണ്. അപ്പോൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞപ്പോൾ ഉമ്മുമ്മ എന്നെ വളരെ സ്നേഹത്തോടെ കണ്ടിട്ട്, മോൻ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി, പക്ഷേ മോൻ ഈ പറയുന്ന സാധനമൊന്നും ഇപ്പം ആൾക്കാർക്ക് വേണ്ട എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു അതെന്താ? എനിക്ക് 12 മക്കളാണ് ഉണ്ടായിരുന്നത്. ആ ഉമ്മുമ്മയ്ക്ക് 12 മക്കളാണ്. അതിലൊന്നാണ് ഇവിടെ ഉള്ള കുട്ടിയുടെ ഉമ്മ. എൻ്റെ 12 മക്കളെയും ഞാൻ വളർത്തിയത് ഇങ്ങോട്ട് പോകാന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരും, അങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞാൽ പോവും. ഞാൻ പറഞ്ഞതുപോലെ കൃത്യമായി കിട്ടിയിട്ടുണ്ട്. ഒന്നിനെയും ഞാൻ ഇപ്പറഞ്ഞ മാനസിക ശാസ്ത്രമോ മനഃശാസ്ത്രമോ ഒന്നും വെച്ചിട്ടല്ല വളർത്തിയത്. സത്യമാണ് അല്ലേ? ഇവിടെ ഇരിക്കുന്ന എത്ര ഉമ്മമാർക്കും ഉപ്പാപ്പമാർക്കും പറയില്ലേ, എൻ്റെത് 12 ഉണ്ടായിരുന്നു, ഒക്കെ ചൊവ്വായിട്ട് ഞാൻ വളർത്തിയിട്ടുണ്ട്. അതിൽ നിങ്ങളെ സൈക്കോളജിയും വേണ്ട, നിങ്ങളെ മനഃശാസ്ത്രവും വേണ്ട.
പക്ഷെ ചെറിയൊരു വ്യത്യാസമില്ല. ഇപ്പോഴും ഇപ്പം ആകെ 2 എണ്ണേ ഉള്ളൂ. പക്ഷെ അതിനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ വരും. പക്ഷെ ഇങ്ങനെയല്ല വരിക, അതിലൂടെയാ വരിക. തിരിച്ചു പോകാൻ പറഞ്ഞാൽ അതിലോട്ട് പോവില്ല, ഇതിലോട് പോവുകയും ചെയ്യും. ഈ ഒരു ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ആ പോക്കിനെ നമ്മൾക്ക് ഗൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ, അങ്ങനെ വരുന്നൊരു കുട്ടി ഉണ്ടല്ലോ, നേരെ വാന്ന് പറയുമ്പോൾ ഇങ്ങനെ വരാത്ത, അതിലൂടെ വരുന്നൊരു കുട്ടിയെ നമുക്ക് ഗൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് ഇന്നത്തെ സയൻസ്. നമുക്ക് വിവരമുള്ളതുപോലെ തന്നെ നമ്മളെക്കാൾ വലിയ വിവരമാണ് കുട്ടികൾക്ക്. ഇവിടെ പഠിക്കുന്ന കുട്ടികളൊക്കെ എൻ്റെ ക്ലാസ്സിലിരിക്കുന്ന 1-ാം ക്ലാസ് മുതൽ ഒരു PGക്ക് മുകളിൽ വരെ പഠിക്കുന്ന കുട്ടികളൊക്കെ ഒന്ന് കൈപൊക്കി, ഞാൻ നോക്കട്ടെ എത്ര പേരുണ്ട്. പൊക്ക് നന്നായിട്ട് പൊക്ക്, നല്ല എനിക്ക് കാണാൻ പറ്റും. അടിപൊളി, ഇത്രയും പേരുണ്ട്. താത്തിക്ക. അവർക്കൊക്കെ വിവരം കൂടുതലാണ് അല്ലേ? അവർക്ക് നല്ലോണം പഠിക്കുന്നില്ലേ? നിങ്ങളെ കുടുംബത്തിലൊക്കെ ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, മാഷ്മാരൊക്കെ ഇഷ്ടം പോലെ ഇല്ലേ? ഉണ്ട്. പണ്ടുണ്ടായിരുന്നോ ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ ഒരു ഏജിൻ്റെ മുകളിലുള്ള എത്ര ഡോക്ടേഴ്സ് ഉണ്ടാവും, എത്ര എഞ്ചിനീയർമാരുണ്ടാവും, എത്ര ടീച്ചേഴ്സ് ഉണ്ടാവും? കുറവായിരിക്കും. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ പഠിക്കുന്നുണ്ട്. മിനിമം ഡിഗ്രിയോ +2 കഴിയാത്ത ഒറ്റ കുട്ടീനെ നമുക്ക് കാണാൻ കഴിയില്ല. നല്ല ബുദ്ധിയാണ് കുട്ടികൾക്ക്. നമ്മൾ തന്നെ പറയാറില്ലേ, അവന് ഒടുക്കത്തെ ബുദ്ധിയാണ്. അവൻ്റെ കയ്യിൽ മൊബൈലും കൊടുത്തു നോക്കണം, അന്നേരം വിവരം അറിയാം. അവൻ അതിൻ്റെ എല്ലാ സാധനവും അറിയുകയും ചെയ്യാം. അതുകൊണ്ട് നമ്മൾ പറയാം ഒടുക്കത്തെ ബുദ്ധി ഈ കുട്ടിക്കെന്ന് പറയും. സത്യം. പക്ഷേ പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങി ഭയങ്കര സക്സസ് ആയി 10-ാം ക്ലാസ്സിലൊക്കെ ഫുൾ A+ വാങ്ങി വന്നാൽ അന്നേരം നമ്മൾ പറയുന്ന വേറൊരു കാര്യമുണ്ട്, അത് നിന്റെ ബുദ്ധി കൊണ്ടൊന്നുമല്ല, പണ്ടത്തെ 10-ാം ക്ലാസ്സാണ് 10-ാം ക്ലാസ്. ഇപ്പം എന്തുണ്ട്, ഇപ്പം വേഗം കഴിയൂലേ? അപ്പോൾ കുട്ടികൾക്ക് ഒടുക്കത്തെ ബുദ്ധിയാണെന്ന് ഞാൻ പറഞ്ഞത്. പക്ഷെ നമ്മൾ സമ്മതിക്കില്ല. കാരണം മക്കൾക്ക് ബുദ്ധി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പറയും നിങ്ങളെ മാർക്കൊന്നും അല്ല മാർക്ക്, ഞങ്ങളെ പണ്ടത്തെ 7-ാം ക്ലാസ് ആയിരുന്നു, പണ്ടത്തെ 10-ാം ക്ലാസ് ആയിരുന്നു 10-ാം ക്ലാസ്. ഇപ്പം നിങ്ങളെ ബുദ്ധി കൊണ്ടൊന്നല്ല, അങ്ങനത്തെ അല്ലേ പഠനം, എന്തെന്നാ പഠിക്കാനുള്ളത്, കുറച്ച് പഠിച്ചാൽ തന്നെ മാർക്ക് കിട്ടൂലെന്നൊക്കെ പറയും. പക്ഷേ ബുദ്ധി കൊണ്ട് വാങ്ങിയത് ഞങ്ങൾ വെറുതെ അസൂയ കൊണ്ട് പറയുക. മക്കളെ നല്ല ബുദ്ധി ഉണ്ട് നിങ്ങൾക്ക്. കാരണം 2010 ശേഷമുള്ള തലമുറയെ ആൽഫ സ്റ്റേജ് തലമുറ എന്നാ പറയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രമാത്രം ബുദ്ധിയുള്ള കുട്ടികളാണ് നിങ്ങൾ. ഒരു കാര്യത്തിലും തോറ്റു കൊടുക്കണ്ട, ധൈര്യമായിട്ട് നിന്നോ. കഴിഞ്ഞ ദിവസം ഞാനൊരു കുഞ്ഞിനെ കണ്ടു. അവൻ്റെ ഉമ്മയും അവൻ്റെ കുഞ്ഞിനെല്ലാം കൂടെ ഇങ്ങനെ വന്നതാ. അപ്പോൾ കുഞ്ഞൻ വെറുതെ വന്നതാ, അതിനിടയിൽ ഒരു കൗൺസിലിങ്ങിനിടയിൽ കണ്ടതാ. അപ്പോൾ മോനെക്കുറിച്ച് ഇങ്ങനെ മോനോട് ഞാൻ ചോദിച്ചു എത്രയിലാണ് പഠിക്കുന്നത് ചോദിച്ചപ്പോൾ ആ ഉമ്മ പറഞ്ഞാൽ ഞാൻ ഓനെക്കുറിച്ച് പറയാനും കൂടെ മറന്നു പോയതാ, ഓന് മൊബൈൽ വല്ലാണ്ട് ഉപയോഗിക്കും, നിങ്ങളതൊന്ന് നിർത്തി തരുമോയെന്ന് ചോദിച്ചു. അതെ, മൊബൈൽ ഉപയോഗിക്കുന്നൊരു സ്വിച്ച് എൻ്റെ അടുത്താണല്ലോ ഉള്ളത്. അതിങ്ങനെ ഓൻ്റെ മേത്തങ്ങ് ഓഫാക്കി അതങ്ങ് ഉപയോഗിക്കൽ നിർത്തും. ഇതാണ് എല്ലാവരെയും വിചാരം. ഞാൻ പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞു. ഇങ്ങോട്ട് വാന്ന് പറഞ്ഞവനോട് ഞാൻ ചോദിച്ചു ഇനി എന്തിനാണ് ആ മൊബൈൽ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു. ചെറിയ കുട്ടിയാണ്, ഒരു 5-ാം ക്ലാസ്സിലെങ്ങനെ പഠിക്കുന്നത്. അപ്പോൾ ഓൻ പറഞ്ഞു ഞാൻ അങ്ങനെ ഒന്നും ഉപയോഗിക്കില്ലല്ലോ. എന്നാൽ ഇനി വീഡിയോ കാണുന്നുണ്ടാവും, ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ റീൽസൊക്കെ കാണുന്നുണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ റീൽസൊന്നും കാണില്ലല്ലോ. ഞാൻ യൂട്യൂബ് കാണുന്നുണ്ടാവും. ഞാൻ യൂട്യൂബൊന്നും കാണില്ല. എന്നാൽ പിന്നെ ഗെയിമായിരിക്കും. ഞാൻ ഗെയിമും കാണിക്കില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു എന്നെ പറ്റിക്കുകയാണെന്ന്. കാരണം ഒന്നും ചെയ്യലില്ലല്ലോ. പിന്നെ ഞാൻ ചോദിച്ചു എന്നാൽ ഈ സ്വകാര്യം പറഞ്ഞ് എന്തിനാ മൊബൈൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു അത് ഞാൻ മൊബൈൽ എടുത്തിട്ട്, അങ്ങനെ പറയുമ്പോഴത്തേക്ക് എൻ്റെ ഉമ്മ പറഞ്ഞു മൊബൈൽ എടുത്തിട്ട് ഇങ്ങനെ കണ്ടത്തിൽ കൂടെ നടക്കുന്നതാണ് ഇതിൻ്റെ ക്യാമറ ഓണാക്കിയിട്ട്. ഞാൻ ചോദിച്ചു അതെന്തിനാ. അത് കുറേ ഇലകളുടെ ഫോട്ടോ എടുക്കാനാണ്. ഇലകളുടെ ഫോട്ടോ എടുത്തിട്ട് എന്താ പരിപാടി? ഇലകളുടെ ഫോട്ടോ എടുത്തിട്ട് കഴിഞ്ഞ ആഴ്ച വരെ ഞാൻ ഏതാണ്ട് 14 ഇലകളുടെ സ്പീഷീസ് കണ്ടുപിടിച്ചു. വല്ലാത്ത ജാതി അല്ലേ? 14 ഇലകളുടെ സ്പീഷീസ് കണ്ടുപിടിച്ചു. എടാ മനുഷ്യന്മാരുടെ സ്പീഷീസ് എന്താന്ന് ആർക്കറിയാം? പഠിക്കുന്ന കുട്ടികൾക്ക് ആരെങ്കിലും പറ, മനുഷ്യന്റെ സ്പീഷീസ് എന്താ? അങ്ങനെ ചുണ്ടോണ്ടാക്കിയാൽ എനിക്ക് മനസ്സിലാവും. ആരും ഉണ്ടെന്നില്ല. യെസ്, വെരി ഗുഡ്, ഹോമോസാപ്പിയൻസ്. അതാണ് മനുഷ്യന്മാരുടെ അപ്പോൾ ഓരോ ഇലയുടെയും സ്പീഷീസ് കണ്ടുപിടിക്കുക. നിങ്ങൾ എവിടെയും കേട്ടില്ല സ്പീഷീസ് എന്ന്? ഞാൻ ഈ കുഞ്ഞൻ പറയുമ്പോൾ കേൾക്കുക, പണ്ട് 7-ാം ക്ലാസ്സിൽ കേട്ടതിന് ശേഷം. സ്പീഷീസ് എന്താണ്? ഓനോട് ഞാൻ എന്ത് പറയണം? മൊബൈൽ ഉപയോഗിക്കരുതെന്ന് പറയണം. ആര്? ഞാൻ. പണ്ട് 7-ാം ക്ലാസ്സിൽ സ്പീഷീസ് പഠിച്ചതിന് ശേഷം ഇന്ന് വരെ സ്പീഷീസ് എന്ന വാക്ക് പോലും കേൾക്കാത്ത നമ്മൾ ഇവനോട് പറയണം ഇനി അങ്ങ് മൊബൈൽ തൊട്ടാൽന്ന്. ഉളുപ്പുണ്ട് നിങ്ങൾക്ക്? ഞാൻ എന്നോട് തന്നെ ചോദിച്ച ചോദ്യ, ഉളുപ്പുണ്ടോ എനിക്ക് ഇവനോട് മൊബൈൽ ഉപയോഗിക്കരുതെന്ന് പറയാം? മൊബൈൽ ഉപയോഗിച്ചോ, പക്ഷെ എന്തിനു ഉപയോഗിക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം. മനസ്സമാധാനമായി കുട്ടിയൊക്കെല്ലോ. പോലെല്ലാം മോത്തൊരു ചിരി. ഉമ്മച്ചി കേട്ടോ, നിങ്ങൾ കേട്ടോ, അയാളതാ പറയുന്ന അല്ലേ? എന്തിനുപയോഗിക്കണം എന്നും കൂടെ ഞാൻ പറയും കേട്ടോ. അതും കൂടെ കേൾക്കണേ, അത് ലാസ്റ്റ് വരും. ഞാൻ പറയുമ്പോൾ വന്നുകൊണ്ടിരിക്കും. അതിനെ ഉപയോഗിക്കാവും. എന്നാലെന്ന് നമുക്ക് ഒരുപാട് നോളജ് ഉണ്ടാകും. കാരണം എന്താ പറയുക, നമ്മുടെ തലമുറകൾ പിന്നിലായി പോകാൻ പാടില്ല. ഒന്നിനെയും റെസ്ട്രിക്റ്റ് ചെയ്ത് ഭയങ്കരമായി റെസ്ട്രിക്ഷൻ ഉണ്ടാവരുത്. ഭയങ്കരമായി റെസ്ട്രിക്റ്റ് ചെയ്തിട്ട് നമ്മുടെ കുട്ടികൾക്ക്, പക്ഷേ നമ്മുടെ കുട്ടികളുടെ ടൈം നഷ്ടപ്പെടുത്തുക, ബുദ്ധി നഷ്ടപ്പെടുത്തുക. കാരണം അവരേറ്റവും നല്ല ബുദ്ധിയുള്ള കുട്ടികളാണ്. ഒറ്റ കാര്യത്തിൽ അവർ പിന്നോട്ട് പോയിട്ടുള്ളൂ. ബുദ്ധിയുണ്ട്, IQ ഉണ്ട്, ഇൻ്റലിജൻറ്റ് ക്വോഷ്യൻ്റ് എന്നാ പറയാം. എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിയാണ്, എല്ലാത്തിനെയും കുറിച്ച് ചിന്തിക്കും, എല്ലാം അവർക്കറിയാം.
എല്ലാം പഠിക്കും, എല്ലാം പെട്ടെന്ന് തലയിൽ കയറും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, EQ വളരെ കുറവാണ്. വികാരമില്ല കുട്ടികൾക്കൊന്നും ഇല്ലേ, ഒരു തരം വൈകാരികതയില്ല, ചിരിക്കുകയില്ല, കരയുകയില്ല, ഒന്നുമില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? +2 പഠിക്കുന്ന കുട്ടിയെ ഞങ്ങൾ വിളിച്ചിട്ട് 4 ചീത്ത പറഞ്ഞു നോക്കിയാൽ, എന്നോടല്ല ഞാൻ പറഞ്ഞ അങ്ങോട്ട് ചെയ്യരുത്, അത് ചെയ്യരുത്, ഞാൻ പറഞ്ഞതല്ല എന്ന് കുറേ പറഞ്ഞു കഴിഞ്ഞാൽ ഇവളിങ്ങനെ അന്ധമായി നമ്മളെ മുഖത്ത് നോക്കിക്കും. കുറേ കഴിഞ്ഞിട്ട് ചോദിക്കും, അമ്മച്ചേ ഞാൻ പോട്ടെ. അന്നേരം ഉണ്ട് നമുക്ക് ഇങ്ങനെ കയ്യും കൊട്ടി ഇത്ര നേരം ചീത്ത പറഞ്ഞിട്ട് ഓളൊരു മുഖത്തിൻ്റെ കോല, അത് ഒരു ഇതുമില്ല. പണ്ടൊക്കെ നമ്മളായിരുന്നെങ്കിലോ, നമ്മൾ എന്നല്ല, ഈ പഴയ തലമുറയൊക്കെ ആയിരുന്നെങ്കിൽ നിങ്ങൾ ഒരുപാട് നേരം ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ ഇങ്ങനെ കണ്ണുനീര് ഒലിക്കും. അവസാനം കണ്ണീര് ഒലിച്ചിട്ട് അവിടെ ഇരിക്കും. പിന്നെ കരഞ്ഞ് പിഴിഞ്ഞെല്ലാം കൂടെ സമയം എടുക്കാൻ വൈകുന്നേരം ആവും. ആ വൈകുന്നേരം കഴിഞ്ഞ് ഓൾക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ സാധനം, ഒരു മിഠായി എല്ലാം വാങ്ങിക്കൊടുത്താൽ മാത്രമേ ആ കുട്ടി നമ്മളോടൊപ്പം നിൽക്കുകയായിരുന്നുള്ളൂ. ഇപ്പം അതൊന്നുമില്ല, ഒരു ഇതുമില്ല. നിങ്ങളൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ എൻ്റെ മോനും വേണ്ടിയിട്ട് ഒരു ദിവസം ഒരു മാംഗോ ബാറില്ലേ, മാംഗോ ബാർ 10 രൂപ 20 രൂപ എങ്ങനെ അതിൻ്റെ റേറ്റ്. അപ്പം എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമാണ് സാധനം. അപ്പം ഞാനൊരു ദിവസം മാംഗോ ബാർ ക്ലിനിക്കിൽ നിന്ന് പോകുന്ന സമയത്ത് മാംഗോ ബാറെല്ലാം വാങ്ങിയിട്ട് പോയി. ഒരു മാംഗോ ബാറെല്ലാം വാങ്ങിയിട്ട് ഇങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ബാക്കിലൊക്കെ വെച്ചിട്ട് സർപ്രൈസ് അങ്ങനെയൊക്കെയാണല്ലോ, നമ്മൾ വിങ്കെല്ലാം വാങ്ങിയിട്ട് ഇങ്ങനെ ഒളിപ്പിച്ചെല്ലാം കൊണ്ട് നടക്കില്ല. അതുപോലെ ഞാനും ഒരു മാംഗോ ബാറൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ ബാക്കിൽ വെച്ചിട്ട് സർപ്രൈസ് ആയിട്ട് ഇങ്ങനെ പോയി. അപ്പോൾ അവൻ ചോദിച്ചു ആന്തെന്നാ ഞാൻ കാണിച്ചു കൊടുത്തില്ല. 5 വയസ്സേ ഉള്ളൂ അവന്. കാണിച്ചു കൊടുക്കാണ്ട് ഇങ്ങനെ കളിച്ച് അവസാനം നമ്മൾ സർപ്രൈസ് ആയിട്ട് ടാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മാംഗോ ബാർ എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുത്തു. അപ്പോൾ എന്നോട് ചോദിക്കുക, മാംഗോ ബാറല്ലേ, അതിനിപ്പോൾ എന്താണ്? ഞാൻ അന്നേരം മാംഗോ ബാർ വെച്ച് വെട്ടിയിട്ട് അപ്പാടെ എടുത്തിട്ട് അങ്ങ് വലിച്ച് കുഞ്ഞിനെ കൊടുത്താലോ എന്ന് തോന്നിപ്പോയി. കാരണം 20 ഉറുപ്പ്യൻ്റെ കാര്യമില്ലെന്ന് വെച്ചാൽ വിട്ടേച്ച. എന്ത് വികാരമായി കുട്ടിയൊക്കെ. ഒന്ന് മുഖത്ത് നോക്കിയിട്ട് പറയണ്ട യ്യാ എന്ന് പറയുമ്പോഴല്ലേ നമുക്കൊരു സന്തോഷം ഉണ്ടാവും. 20 ഉറുപ്പ്യൻ്റെതാണെങ്കിലും മനസ്സിനൊരു സന്തോഷം വേണ്ടേ, അല്ലേ? ഇപ്പോഴത്തെ ഈ പെൺകുട്ടികളും കല്യാണം കഴിഞ്ഞ പെൺകുട്ടികളും അങ്ങനെയൊക്കെ തന്നെ. ഈ പുതിയ തലമുറയിലുള്ള കുട്ടികളായതുകൊണ്ട് ഭർത്താവ് വലിയ എന്നും പരാതികളുണ്ട്. കുടുംബ പ്രശ്നങ്ങളിലൊക്കെ ഉള്ള പരാതി ഏറ്റവും വലുത് അതാ. എനിക്കൊരു ചുരിദാർ ഉണ്ടതിന് ചുരിദാർ ഉണ്ടെത്തന്നാ ചോദിക്കും, ഇതാ ഞങ്ങളെടുത്ത്. പണ്ടത്തവരങ്ങനെയല്ല. പണ്ടത്തെ കറുത്ത പർദ്ദയാണെങ്കിലും വാവ് സൂപ്പർ കളർ. എന്ത് സൂപ്പർ കളർ, പർദ്ദയ്ക്കൊക്കെ കറുത്ത കളർ തന്നെ ഉണ്ടാവും അധികവും. എന്നാലും ആ താത്താൻ്റെ ഒരു മറുപടി ഉണ്ടായിരുന്നു, വാവ് എന്ത് രസമുള്ള കളറാണ്. കളറും കറുപ്പ് തന്നെയാണ്, പക്ഷെ ആ പറഞ്ഞ വർത്താനുണ്ടല്ലോ, 2 വ്യത്യാസമാണ് പുതിയ തലമുറയും പഴയ തലമുറയും തമ്മിലുള്ളത്. ഒന്ന് IQ ഇൻ്റലിജൻറ്റ് കോഷ്യൻ്റ് ആണ്, 2 EQ ഇമോഷണൽ കോഷ്യൻ്റ് ആണ്. ചിരിക്കാൻ അറിയില്ല, കരയാൻ അറിയില്ല, സങ്കടപ്പെടാൻ അറിയില്ല, സങ്കടങ്ങൾ അറിയില്ല. നിങ്ങളുടെ ഫീലിങ്സോ പ്രയാസങ്ങളോ പറഞ്ഞാൽ അവർക്ക് അറിയാൻ സാധ്യതയില്ല. ഞാനൊരിക്കൽ ഒരു 10ാം ക്ലാസ്സുകാരനെ കണ്ടു. ഞാൻ നിങ്ങളെ ഹൃദയത്തോടെ സംസാരിക്കുന്നില്ലേ, അയാളെയാണ് നന്നാക്കേണ്ടത്. ഞാൻ ചോദിച്ചു, അതിന് അയാൾ നന്നാക്കുന്നത്? അയാൾ യൂസ്ലെസ് ആണ്, നല്ല സാധനമാണ്. നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലായോ? ഒരു ഉപകാരമില്ലാത്ത സാധനം. എനിക്കറിഞ്ഞില്ല, യൂസ്ലെസ് ആണ് അയാൾ, ഒരു ഉപകാരമില്ലാത്ത മനുഷ്യനാണ്. പക്ഷെ അപ്പോഴാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് ഇത് ചിന്തിച്ചുകൊണ്ടിരുന്നത്, എന്തിനാ അവൻ എന്നെ യൂസ്ലെസ്, ആ ഫാദറിനെ യൂസ്ലെസ് എന്ന് വിളിക്കുന്നത്? ഉപകാരമില്ലാത്ത സാധനം എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ്ലെസ് എന്നൊക്കെ പറയുമ്പോൾ തമാശയായിട്ട് പറയുന്ന, പക്ഷെ അതൊരു എന്താ പറയുക, യൂറോപ്യൻ ലാംഗ്വേജിലൊക്കെ ഒരു വെസ്റ്റേൺ ലാംഗ്വേജിലൊക്കെ മോശമായിട്ട് പറയുന്നൊരു സാധനം യൂസ്ലെസ് എന്നൊക്കെ പറയുന്നു. അതുകൊണ്ട് ഞാനത് സ്ട്രൈക്ക് ചെയ്തു. ഞാൻ ചോദിച്ചു, ഞാൻ അവനോട് വേറെ ഒന്നും ചോദിച്ചില്ല. ഞാൻ അവനങ്ങനെ കൂട്ടിയിട്ട് എൻ്റെ ഹോസ്പിറ്റലിൽ അപ്പുറത്തോട് ചെറിയൊരു വശമുണ്ട്, കുറച്ചിങ്ങനെ നടക്കാനൊക്കെ ഉള്ള സാധനം, അതിലൂടെ ഇങ്ങനെ അവൻ്റെ തോളിലൂടെ കൈവച്ച് ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഞാൻ അവനോട് ചോദിച്ചു, മോൻ ഒരു ദിവസം എത്ര നേരം ചോറ് കഴിക്കും? അവൻ പറഞ്ഞു 2 നേരം കഴിക്കും, ഉച്ചയ്ക്കും രാത്രിയും കഴിക്കുന്നതാണ്. ഞാൻ ചോദിക്കുന്ന ചോദ്യം ഒന്നും മനസ്സിലാവുന്നില്ല, കാരണം അവൻ കൗൺസിലിങ്ങിന് വന്നതാണ്. ഞാൻ അവനോട് ചോദിക്കുന്നത് ചോറിൻ്റെ കണക്കാ. ഒരു നേരത്തെ ചോറിന് ഹോട്ടലിൽ എത്ര പൈസ കൊടുക്കണം, പൊരിച്ച മീനാണെങ്കിൽ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, പൊരിച്ച മീനും കൂടെ കൂട്ടിയിട്ടാണെങ്കിൽ 100 രൂപ മിനിമം കൊടുക്കണ്ടേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മിനിമം 100 ഇങ്ങ് കൊടുക്കണ്ട, 100 കൂട്ടണ്ട, 50 കൂട്ടിക്കോ. അങ്ങനെ 2 നേരത്തെ ചോറിന് 100 രൂപ കൂട്ടിയാൽ മതി. ഒരു ദിവസത്തേക്ക് 100 രൂപ 2 ചോറിന് കൂട്ടിക്കോ. അങ്ങനെയാണെങ്കിൽ 30 ദിവസത്തേക്ക് എത്ര രൂപയെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു 3000 രൂപ ആവില്ല സാർ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാ ഒരു കൊല്ലത്തേക്കോ 36,000 രൂപ. അപ്പം ഞാൻ അവനോട് ചോദിച്ചു, എനിക്ക് എത്ര വയസ്സായി? അപ്പം പറഞ്ഞു 15 to 16, 15 വയസ്സ് കഴിഞ്ഞ് 16ലേക്ക് എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, 16 വയസ്സിനിടയിൽ മോൻ 5 കൊല്ലം ഒഴിവാക്കുക, ചെറിയ കുട്ടിയല്ലേ, ബാക്കി 10 കൊല്ലത്തേക്ക് മോൻ എത്ര രൂപയുടെ ചോറ് കഴിച്ചു എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, എനിക്ക് കണക്കൂട്ടാൻ അറിയില്ല എന്ന് പറഞ്ഞു. ഞാൻ മൊബൈൽ എടുത്തിട്ട് പറഞ്ഞു, ഇതിനെ നമ്മൾ കണക്കൂട്ടിക്കുക, 10 ഇൻറ്റു ഇത്ര വെച്ച് കണക്കൂട്ടിക്കുന്നതാണ്. അപ്പോൾ അവൻ വലിയൊരു ലക്ഷം ഇങ്ങനെ അതിൻ്റെ ഡിജിറ്റ് ഇങ്ങനെ കാണിച്ചത്. എന്നോട് ചോദിച്ചു, ഇത്രയും ലക്ഷം ഉണ്ടാവുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ലാണ്ടെന്താ, ഇത്രയും ലക്ഷം ഉണ്ടാവും. ഇനി മിണിങ്ങിയതല്ലേ, 2 നേരം വെച്ച് മിണിങ്ങിയതല്ലേ. അങ്ങനെ ഞങ്ങൾ ടേബിളിൻ്റെ മുകളിൽ വന്നിരുന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഉപ്പയ്ക്ക് എന്താ പണിയെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, പെയിൻറ്റിംഗ് ആണ് സാർ, പണ്ടേ പെയിൻറ്റിംഗ് ആണ്, ഇപ്പം എന്തിനാ പോകുന്നത് എനിക്കറിയില്ല, സാധാരണ പെയിൻറ്റിങ്ങിനാ പോകാമെന്ന് പറഞ്ഞു. ഉമ്മ സാധാരണ വീട്ടിൽ ഹൗസ് വൈഫാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ആരുണ്ട്, ഒരു ഏടത്തിൻ്റെ ഒരു അനിയനുണ്ട്, 3 മക്കളും ഞങ്ങൾ 5 പേരാണ് വീട്ടിലുള്ളതെന്ന് പറഞ്ഞു. ഉപ്പ പെയിൻറ്റിങ്ങിൻ്റെ പണിക്ക് പോയാൽ കുറച്ച് മുമ്പാ ഒരു കൊറോണയ്ക്കൊക്കെ അടുപ്പിച്ച്. അപ്പം ഞാൻ ചോദിച്ചു, എത്ര രൂപ കിട്ടും? 850 രൂപ കൂലി.
850 രൂപ കൂലി കിട്ടും ഇയാൾക്ക്. ഞാൻ പറഞ്ഞു ഇനി 850 രൂപ വെച്ചിട്ട് 30 ദിവസത്തേക്കൊന്ന് കൂട്ടിയൊക്കെ എത്ര ഉണ്ടെന്ന് ചോദിച്ചു. അത് കൂട്ടിയിട്ടോ 1 ലക്ഷം കാണിച്ചു നിനക്ക്. യെസ്. ഞാൻ ചോദിച്ചു എൻ്റെ ഉപ്പയ്ക്ക് പണി പെയിൻറ്റിങ് അല്ല, നീ വെറുതെ പറയാം. അവനോട് ചോദിച്ചു നിങ്ങൾക്ക് എങ്ങനെ അറിയാം? എനിക്കറിയാം. എന്താ പണിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കള്ളനാ, പോക്കറ്റടിയാ പണിയെന്ന് പറഞ്ഞു. എനിക്ക് അയാൾ അറിഞ്ഞോട് കേട്ടോ, വെറുതെ പറഞ്ഞ. ഞാൻ പറഞ്ഞു ആയിരിക്കുന്ന മനുഷ്യനല്ലേ, പോക്കറ്റടി അയാളെ പണിയെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു അതെങ്ങനെ നിങ്ങൾക്ക് അറിയാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പോക്കറ്റടിക്കാരനാ, കള്ളൻ, ഇത്ര പൈസ ഉണ്ടാക്കുന്ന കള്ളൻ അയാളെന്ന് പറഞ്ഞു. അപ്പോൾ ഓൻ അതിൻ്റെ മുകളിൽ തൂങ്ങാൻ തുടങ്ങി. ഞാൻ അത് പറഞ്ഞപ്പോൾ അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ പറഞ്ഞു നിങ്ങളെങ്ങനെ പോക്കറ്റടിക്കാരെന്ന് പറഞ്ഞാൽ എൻ്റെ വാപ്പനെ കുറിച്ച് പറയാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയാം, കള്ളനാണ് അയാൾ. ആ വാക്കിലും വല്ലാതെ സ്ട്രൈക്ക് ചെയ്യുന്നു തോന്നിയപ്പോൾ ഞാൻ അവൻ്റെ മുഖത്തേക്ക് ചൂണ്ടിയിട്ട് 3-4 പ്രാവശ്യം പറഞ്ഞു പോക്കറ്റടിക്കാരൻ. എൻ്റെ ഉപ്പ കള്ളനല്ലടാ, എൻ്റെ ഉപ്പ ഉളുപ്പുണ്ടോ, പൈസ വാങ്ങിയിട്ട് ജീവിക്കാന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ കൈക്ക് ഒരൊറ്റ തട്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നിട്ട് എന്നോട് ചോദിച്ചു ഇനി നിങ്ങൾ മിണ്ടിപ്പോരുത് എന്നോട്. അത്രയും തട്ടിയില്ലോ എൻ്റെ കൈ തട്ടി കൊണ്ട് ഞാൻ എന്താക്കിയെന്നറിയോ, എൻ്റെ കൈക്കല്ല ഇട്ടി, ഞാൻ എൻ്റെ കൈക്ക് അട്ടാനൊന്നും പോയില്ല. കാരണം അവന് 14 വയസ്സെങ്ങാനായിട്ടുള്ളൂ. ഇവൻ അതിൻ്റെ മുകളിൽ ബോക്സോ എന്നൊക്കെ പറഞ്ഞിട്ട് കേസ് ഉണ്ടാക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ മേശൻ്റെ മുകളിൽ ഒരൊറ്റ അടി അടിച്ചു, നല്ല ശബ്ദത്തിൽ. എന്നിട്ട് ഞാൻ ചോദിച്ചു ഈസ് യുവർ ഫാദർ യൂസ്ലെസ്? ഉളുപ്പുണ്ടോ നിനക്ക്? നിങ്ങൾ ഇത്രയും പേരുടെ ഈ ഭക്ഷണത്തിന് മാത്രം ചെലവില്ലാത്ത ഇത്ര പൈസ ഈ മനുഷ്യൻ ഉണ്ടാക്കി തരുന്നുണ്ടെങ്കിൽ അയാൾ പെയിന്റിങ് പണിക്കാരനാണെങ്കിൽ ഈസ് യുവർ ഫാദർ യൂസ്ലെസ്? എൻ്റെ ഉപ്പ് ഉപകാരമില്ലാത്ത സാധന. അപ്പോൾ എൻ്റെ മുഖത്തേക്ക് ഒന്നുകൂടെ നോക്കി. ഞാൻ ചോദിച്ചു എന്നോടല്ല ചോദിച്ചു ഈസ് യുവർ ഫാദർ യൂസ്ലെസ്? ഒന്നും മിണ്ടിയില്ല. നേരത്തെ ആ ശൗര്യമൊന്നുമില്ല. 3-4 പ്രാവശ്യം ചോദിച്ചപ്പോൾ എൻ്റെ മേശപ്പുറത്തേക്ക് ഇങ്ങനെ കമിഴ്ന്ന് കിടന്നപ്പോൾ ഞാൻ അവരെ വിളിച്ചു ബാന്ന് പറഞ്ഞു. 2 പേരും ഇങ്ങനെ അപ്പുറപ്പുറം വന്നിരുന്നിട്ട് പറഞ്ഞു സാറേ വേണ്ട, അവനെ ചീത്ത പറയുകയൊന്നും വേണ്ട. ഞാൻ ചീത്ത പറഞ്ഞാന്ന് വിചാരിച്ചു. അവനെ ചീത്ത പറയുകയൊന്നും വേണ്ട എന്ന് പറഞ്ഞു. ഉമ്മ അവൻ്റെ മുടിക്ക് പിടിച്ച് ഇങ്ങനെ പൊക്കി. അപ്പോൾ എൻ്റെ കണ്ണൊക്കെ ചോന്നിട്ടുണ്ട്. ഞാൻ ചോദിച്ചു എന്തു പറ്റി? 900 രൂപയ്ക്കോ 800 രൂപയ്ക്കോ ജോലി ചെയ്തു വരുന്ന ഉപ്പയ്ക്ക് യൂസ്ലെസ് ആവാനുള്ള കാരണം തെങ്ങിയത് പറയാന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു ഒന്നുമില്ല. പിന്നെ ഒന്നുമില്ല സാർ. പക്ഷെ ആ വാക്ക് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നൊന്നുമില്ല. പക്ഷെ ഞാൻ ഓർത്തു വെച്ചിട്ടുള്ളൊരു സാധനമുണ്ട്. ആ കുട്ടി ആ 2 പേരുടെയും നടുവിലിരുന്നിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഉപ്പച്ചേ നിങ്ങൾ വലിയവനാ. ഇറ്റ്സ് എ ഗ്രേറ്റ് ഇമോഷണൽ കോഷ്യൻ. എൻ്റെ റൂമിൽ ഞാൻ കണ്ട സാധനം ഈ പറഞ്ഞത്. മനുഷ്യരുടെ മാനസിക വൈകാരിക വളർച്ച എന്ന് പറഞ്ഞ മക്കളെ അതാണ്. എന്താ ഇയാൾ ഉപകാരമില്ലാത്ത സാധനം നിങ്ങൾക്കറിയാം, അതുകൂടെ ഞാൻ പറഞ്ഞുതരാം. ഇവൻ 10ാം ക്ലാസ്സിലേക്ക് പാസ്സായപ്പോൾ അന്ന് മുതൽ പറയുന്നുണ്ട് ഇവന് 24,000 രൂപേൻ്റെ ഒരു മൊബൈൽ വാങ്ങിക്കൊടുക്കുക. അത് ഇയാൾ അവിടുന്ന് എന്നോട് പറയുന്നത്. സർ ഞാൻ യൂസ്ലെസ് ആണല്ലോ ഓൻ പറഞ്ഞത്, അതിന് കാരണം ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്താ നിങ്ങൾ പറ. അതോ 10ാം ക്ലാസ്സിലേക്ക് പാസ്സായപ്പോൾ എൻ്റെ പിന്നാലെ അടക്കം 24,000 രൂപേൻ്റെ മൊബൈൽ വാങ്ങിക്കൊടുക്കാൻ. സർ ഞാൻ എങ്ങനെ വാങ്ങിച്ചു കൊടുക്കും നിങ്ങൾ പറ. ഞാൻ ഒരു സെക്കൻഡ് മൊബൈൽ വാങ്ങി ഒപ്പിച്ചു കൊടുത്തു. 6,000 രൂപേൻ്റെ ഒരു മൊബൈൽ ഞാൻ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് കൊടുത്തു. ഇത് എടുക്കണമെങ്കിൽ തൽക്കാലത്തേക്ക് ഞാൻ +1 +2 ഒക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ എന്തെങ്കിലും ഒരു കുറിക്കെല്ലാം കൂടിയിട്ട് ചെയ്തു തരാം പ്ലീസ്. ഓൻ പറഞ്ഞു പറ്റൂല, എനിക്ക് 24,000ൻ്റെ മൊബൈൽ എന്നെ ഇപ്പം വേണം. എല്ലാവർക്കും ഉണ്ട്, ഓൾക്കുണ്ട്, മറ്റവർക്കുണ്ട്. ഓൾക്ക് ആക്റ്റീവ് ഉണ്ട്, ഇലക്ട്രിക് ബൈക്ക് ഉണ്ട്, ഈ സ്കൂട്ടർ ഉണ്ട്. എനിക്കൊരു 24,000ൻ്റെ മൊബൈലെങ്കിലും നിങ്ങൾക്ക് വാങ്ങിച്ചു തന്നൂടെ? അയാൾ ചോദിക്കുന്നു ഞാൻ എങ്ങനെ 24,000 രൂപ ഉണ്ടാക്കും സാർ? അങ്ങനെ ഉണ്ടാക്കാൻ കഴിയാത്ത ഫാദർ യൂസ്ലെസ് ആകുന്ന കാലത്തെ ബുദ്ധിയാണ് നമ്മുടെ മക്കളുടെ ഏറ്റവും വലിയ പ്രശ്നം. മക്കളെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ട്, നിങ്ങൾക്ക് വിവരമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, നിങ്ങളുടെ കയ്യിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, നിങ്ങൾ സോഷ്യലി ഇടപഴകുന്ന ആളാണ്. പക്ഷേ ഇമോഷണൽ കോഷ്യൻ്റ് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് വളർന്നു വരേണ്ട സാധന. അക്ഷരത്തിൽ പഠിക്കാൻ പറ്റില്ല. ഉമ്മയുടെ വേദനയും ഉപ്പയുടെ വൈകാരികതയും ഉമ്മയുടെ സ്നേഹവും ഉപ്പയുടെ സ്നേഹവും ബഹുമാനവും കടപ്പാടും ആദരവും ഒന്നും ഒരു സമൂഹത്തിനും നിങ്ങൾ പുസ്തകത്തിൽ എഴുതി പഠിച്ചാൽ കിട്ടൂല. അത് സാധനം അത് എക്സ്പ്രസ് ചെയ്ത് പഠിക്കണം, അത് ചേർന്ന് നിന്ന് പഠിക്കണം, അത് ഉപ്പയോടും ഉമ്മയോടും ചോദിച്ച് പഠിക്കണം. പക്ഷെ നമുക്കതിന് സമയമില്ലല്ലോ. ഉമ്മ പഴയ കാലത്തെ കഥകൾ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പറയും തുടങ്ങിയല്ലോ ആധ്യാത്മിക പ്രഭാഷണം, ഞാൻ പോവുക അല്ലേ. ഉമ്മാൻ്റെ പണ്ട് വെല്ലം കൂട്ടി ചായ കുടിച്ച കഥയും അവില് കുഴച്ചു തിന്ന കഥയും തുടങ്ങിയല്ലോ. കേൾക്കണം. കേൾക്കുമ്പോഴേ മനുഷ്യൻ്റെ ഇമോഷൻസ് വളരൂ. അല്ലെങ്കിൽ വൈകാരികതയില്ലാത്ത ജീവികളായിട്ട് നമ്മൾ മാറിക്കൊണ്ടേയിരിക്കും. ബുദ്ധി കൂടുന്നതിനനുസരിച്ച് ഐക്യു കൂടുന്നതിനനുസരിച്ച് നമ്മുടെ സർട്ടിഫിക്കറ്റിന്റെ വാല്യൂ കൂടുന്നല്ലാതെ നിങ്ങൾക്ക് സമൂഹത്തിന് ജോലി ചെയ്യാൻ കഴിയില്ല. ഇനി വരാൻ പോകുന്ന തലമുറ, ഇത് നിങ്ങളുടെ പാരൻസിനെ മൈൻഡ് ചെയ്തുകൊണ്ട് മാത്രമല്ല ഈ കുട്ടികൾ ചെയ്യേണ്ടത്, പാരൻസിനെ മാത്രമല്ല, ഇനി വരാൻ പോകുന്ന തലമുറ
ഇനി വരാൻ പോകുന്ന കാലം എന്ന് പറയുന്നത് സ്കിൽ ഓറിയന്റഡ് ജോബാണ്. ഡോക്ടറായിട്ട് കാര്യമില്ല, നിങ്ങൾക്കറിയാലോ അല്ലേ? ഈ വില്യാപ്പള്ളിയിലോ ആയഞ്ചേരിയിലോ വടകരയിലോ എത്ര ഡോക്ടേഴ്സ് ഉണ്ട്. നിങ്ങൾ ഏതോ ഒരു ഡോക്ടറെ അടുത്തല്ലേ പോകാറുള്ളൂ എപ്പോഴും? എന്തുകൊണ്ടാണ് പോകുന്നത്? അയാളെടുത്ത് പോയാൽ എന്തോ ഒരു സമാധാനാ. കാരണം അയാൾ ആ കൈയൊക്കെ ഒന്ന് പിടിച്ച് ഒന്ന് തൊട്ട് എന്താ ഇപ്പോൾ പ്രശ്നം എന്നൊക്കെ ചോദിക്കുമ്പോൾ, മറ്റേത് വിദ്യാഭ്യാസം നേടിയിട്ട് ഭയങ്കര ഹയർ ലെവലിൽ ഇരിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. പക്ഷെ അവർക്ക് മനുഷ്യരെ അറിയില്ല, അവർക്ക് ബിസിനസ്സേ അറിയൂ. അവർക്ക് ബുദ്ധി വികസിച്ച് അവരുടെ ബിസിനസ് വളർത്താൻ അറിയാം, പക്ഷെ അവർക്ക് സ്നേഹം അറിയില്ല, ഇല്ലേ? നിങ്ങളെ ചേർത്ത് നിർത്താൻ അറിയില്ല, നിങ്ങളെ പങ്കുവെക്കാൻ അറിയില്ല. നിങ്ങളുടെ വേദനകളെ അവർ ഭയങ്കര സയന്റിഫിക് ആയിട്ട് ഒരു പക്ഷേ അവർ പുസ്തകങ്ങളിൽ വായിച്ചതുപോലെ പഠിച്ചെടുക്കും, പക്ഷെ നിങ്ങളുടെ മനസ്സിനെ വായിക്കാൻ അവർക്ക് അറിയില്ല. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട മനുഷ്യരുണ്ട്. ചില അധ്യാപകരുണ്ടല്ലോ, നിങ്ങൾ കാണാറില്ലേ പത്രങ്ങളിലും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചൂരൽമലയിലെ HM പരിചയമില്ലാത്ത ആരും ഉണ്ടാവില്ല. ചൂരൽമലയിൽ ഉരുൾപൊട്ടിയ സ്ഥലത്തെ ഹെഡ് മാസ്റ്ററെ പരിചയമില്ലാത്ത ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? ഇല്ല. നിങ്ങൾ എങ്ങനെയാ അറിഞ്ഞത് എങ്ങനെയാ? അയാൾ കുട്ടികളുടെ അധ്യാപകനായിരുന്നല്ല, അയാൾ കുട്ടികളോടൊപ്പം ചേർന്ന് ജീവിക്കുന്ന മനുഷ്യനായിരുന്നു. അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി വരാൻ പോകുന്ന തലമുറയ്ക്ക് ഉണ്ടാവേണ്ടത്. നിങ്ങൾക്ക് സ്കില്ലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് വളരാൻ കഴിയും. ഇവിടെ ഇരിക്കുന്ന കുട്ടികളുടെയൊക്കെ പാരൻസിനോട് ഞാനൊരു കാര്യം പറയും. ഇവിടെ ഇരിക്കുന്ന കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100 കുട്ടികളൊക്കെ ഉണ്ടെന്ന് വിചാരിക്കാം. നമ്മൾ എത്ര ക്ലാസ്സിലാണെന്ന് ഞാൻ നോക്കുന്നില്ല. 100 കുട്ടികൾ പഠിക്കുന്നുണ്ടെങ്കിൽ ഈ 100 കുട്ടികളുടെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസം വെച്ചിട്ട് ആ കുട്ടിക്ക് എത്ര വിദ്യാഭ്യാസം പഠിക്കാൻ ഒരു 10 കൊല്ലം ആവശ്യമുണ്ടെങ്കിൽ 10 കൊല്ലം, 5 കൊല്ലമാണ് ഇനി ആവശ്യമുള്ളെങ്കിൽ 5 കൊല്ലം. +2 വരെയുള്ള കുട്ടികൾ മിനിമം 5 കൊല്ലം പഠിച്ചാൽ ഇവിടെ ഇരിക്കുന്ന കുട്ടികളൊക്കെ പഠിച്ചിട്ട് എത്ര പേരാവുമെന്ന് ഞാനിപ്പോൾ പറഞ്ഞു തരട്ടെ. കുട്ടികളെല്ലാം ചെവി പൊത്തിയാൽ ഞാൻ പറഞ്ഞുതരാം. ഈ 100 പേരുണ്ടെങ്കിൽ, ഇവിടെ പഠിക്കുന്നത് 100 പേരുണ്ടെങ്കിൽ 100 പേരിൽ ഇന്നത്തെ പെർസെൻറ്റേജ് വെച്ചിട്ട് ഒരു 24 26 പേരെ എന്തെങ്കിലും ആവും. ആ ചെറിയ മോളൊക്കെ എൻ്റെ മുഖത്ത് ഭയങ്കര കണ്ണു തുറച്ച് നോക്കുന്നത്. കാരണം അവൾ വിചാരിക്കുന്നത് എന്തറിയോ, ഇയാളെന്ത് വർത്താനാ കണ്ണിച്ചോരല്ലാത്ത വർത്താനം പറയുന്നത് അല്ലേ? എല്ലാ മാഷ്മാരും മോട്ടിവേഷണൽ സ്പീക്കേഴ്സും ഡോക്ടേഴ്സൊക്കെ പറയാം എന്തെങ്കിലുമൊക്കെ പഠിച്ചു എന്തെങ്കിലുമൊക്കെ ആവുന്നാ പറയാ. ഞാൻ നേരെ തിരിച്ച 26 പേരെ ആവുന്നാ പറയുന്നുള്ളൂ. എന്താ പറ്റാത്തെന്നറിയോ? നിങ്ങൾ പങ്കുവെക്കണം, ഉമ്മയോട് പങ്കുവെക്കണം ഞാൻ എന്താവണം, ഉപ്പയോട് പങ്കുവെക്കണം ഞാൻ ആരാകണം, ഞാൻ എന്താവണം, എൻ്റെ പ്ലാൻ എന്താണ്, ഞാൻ എത്ര വരെ പഠിക്കും. ഇത് വേറെ ആരും പറഞ്ഞു തരില്ല. മിക്കവാറും കുട്ടികൾ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നത് +2 എത്തുമ്പോഴാണ്. +2 എത്തുന്ന കുട്ടികൾ വന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, സാർ ഞാൻ +2 കഴിഞ്ഞു, ഇനി എങ്ങോട്ടാ പോകേണ്ടതെന്ന്. ഞാനങ്ങാൻ പറഞ്ഞാൽ ചേട്ടോട്ടാ വരിക. ഞാൻ +2 കഴിഞ്ഞു, വാട്ട്സ് നെക്സ്റ്റ്, ഇനി എന്തിനാ പോകേണ്ടത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ നേരെ പോയിട്ട് വടകര ആ ചോറോട് ജംഗ്ഷനിൽ ഇങ്ങനെ പോയി നിൽക്കുക, നടുവിൽ നിന്നിട്ട് അതിലൂടെ ഒരു മനുഷ്യൻ വരുമ്പോൾ അയാളോട് ചോദിക്കുക, അല്ല ഞാൻ ഇവിടെ എത്തി, ഇനി എങ്ങോട്ടാ പോകേണ്ടത്? എങ്ങനെ ഉണ്ടാവും? അങ്ങനെയല്ലല്ലോ ചോദിക്കേണ്ടത്. ആ ചോറോട് ജംഗ്ഷനിൽ എത്തിയതിനു ശേഷം നിങ്ങൾ ചോദിക്കണം, സാർ എനിക്ക് വടകരയ്ക്കാണ് പോകേണ്ടത്, എങ്ങോട്ടാ പോകേണ്ടത്? എന്ത് രസമുണ്ട് ആ ചോദ്യം അല്ലേ? മക്കളെ, നിങ്ങൾ 10ാം ക്ലാസ് ആകുമ്പോഴത്തേക്കും സെറ്റ് ചെയ്യണം ഞാൻ എന്താവണം എന്നുള്ളത്. അതിനുശേഷം ചോദിക്കണം അധ്യാപകരോടും ഉപ്പയോടും ഉമ്മയോടൊക്കെ, ഉമ്മച്ചി ഞാൻ എങ്ങോട്ട് പോകണം. അതിന് ഏറ്റവും നല്ല മോട്ടിവേഷൻ കൊടുക്കേണ്ടതും കോൺഫിഡൻസ് കൊടുക്കേണ്ടതും ഇവിടത്തെ ഉമ്മമാരാണ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും, വാട്സാപ്പിലൊക്കെ ഒരുപാട് പറഞ്ഞ കാര്യങ്ങളാണ്, നമ്മൾ കണ്ടമായ കാര്യങ്ങൾ. പറയുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല, അതുകൊണ്ട് പറയുക. അമേരിക്കക്കാരിയായ കറുത്ത വർഗ്ഗക്കാരി ഒരു പെൺകുട്ടിയുണ്ട്. ആ കുട്ടിയുടെ പേര് വിൽമ റുഡോൾഫ് എന്ന്. നിങ്ങൾ പോയിട്ട് യൂട്യൂബിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണട്ടോ. ഞാൻ വെറുതെ പറയുന്നതല്ല, ഇതൊക്കെ ഉള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഈ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് മൊത്തം അങ്ങനെയാണല്ലോ പറയുക, ഇല്ലാത്ത കുറേ കഥകൾ പറഞ്ഞുണ്ടാക്കുന്ന പറയാം. നിങ്ങൾ പോയിട്ട് സെർച്ച് ചെയ്ത് നോക്കണം. സെർച്ച് ചെയ്തിട്ട് ആരാണ് വിൽമ റുഡോൾഫ് എന്ന് നോക്കണം. 4 വയസ്സിൽ പോളിയോ ബാധിച്ചു, ഒരു കാല് തളർന്നുപോയി. 5ാമത്തെ വയസ്സിൽ 2 കാല് പോളിയോ ബാധിച്ചു തളർന്നുപോയി. നടക്കാൻ കഴിയാത്ത കുട്ടി ഇങ്ങനെ ഇഴഞ്ഞു പോകുന്ന പെൺകുട്ടിയോട് അമ്മ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എന്താണ് മോൾക്ക് ആവേണ്ടത്, എന്താകണം മോൾക്ക്, ഏറ്റവും വലിയൊരു ആഗ്രഹം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ കുട്ടി പറയുന്ന ഒരു ആഗ്രഹമുണ്ട്. എന്തായിരിക്കും ആഗ്രഹം? നടക്കാൻ പറ്റാത്ത കുട്ടിക്ക് എന്തായിരിക്കും ആഗ്രഹം? എന്തായിരിക്കും? നടക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അമ്മേ, അല്ലേ? 5 വയസ്സ് വരെ നടന്ന് എനിക്കൊന്ന് നടക്കാൻ പറ്റിയിരുന്നെങ്കിൽ, അതാണല്ലോ എൻ്റെ ലോകത്തെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത്. പക്ഷെ ആ കുഞ്ഞ് പറയുന്ന ഒരു ആഗ്രഹമുണ്ട്, മോം ഐ വോണ്ട് ദി ഫാസ്റ്റസ്റ്റ് മൂവർ ഓൺ ദി വേൾഡ്. ചെറുതല്ലമ്മേ, ലോകത്തെ തന്നെ ഏറ്റവും വേഗത കൂടിയ ഓട്ടക്കാരിയാവണം എനിക്ക്. ഇത് രസമുള്ള സാധനം നോക്കി നിങ്ങൾ ഇതിനെന്ത് മറുപടി പറയുന്നത് എനിക്കറിയില്ല. പക്ഷെ എൻ്റെ ഓളോടാണ് പറഞ്ഞത് വിചാരിക്കുക. എൻ്റെ ഓളോട്
ഞാൻ വലിയ സൈക്കോളജിസ്റ്റൊക്കെ അല്ലേ. എൻ്റെ വൈഫിനോട് എൻ്റെ മോള് പറയാണ്, ഓക്ക് കാലിന് പ്രശ്നമൊന്നുമില്ല, എന്നാലും ഓള് പറയാം, ഉമ്മച്ചിയെ എനിക്ക് ലോകത്ത് ഏറ്റവും വേഗതയോടെ ഓട്ടക്കാരിയാവണം എന്ന് പറഞ്ഞാൽ എൻ്റെ വൈഫ് അന്നേരം മോളെ ഓത്ത് നോക്കിയിട്ട് പറയും, വെറുതെ അല്ല പടച്ചോ എന്നെ ഇങ്ങനെ ആക്കിയെന്ന് പറയും. നിങ്ങളെന്ത് പറയുന്നത് എനിക്കറിഞ്ഞൂടെ, നിങ്ങളൊക്കെ ചിലപ്പോൾ നല്ലോലായിരിക്കും. പക്ഷെ ഈ അമ്മ പറഞ്ഞെന്താ പറയുക, നിങ്ങൾ ഈ വിൽമ റൊഡോൾഫ് എന്ന് പറയുന്ന കുട്ടിയുടെ അമ്മ പറഞ്ഞെന്താ പറയുക, യെസ് യു ക്യാൻ, പറ്റുമല്ലോ, എന്താ പ്രശ്നം, പറ്റുമല്ലോ. എനിക്കിത് പറയുമ്പോൾ ഞാൻ ഈ കഥ കേട്ടപ്പോൾ ഒരു കുഞ്ഞൻ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റഡ് ആയി. 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക ഒരു സെമിനാറിൽ വെച്ചിട്ട്. ആ കുഞ്ഞൻ ഭയങ്കര ആവേശമൊക്കെ ആയിട്ട് ക്ലാസ് ലേറ്റായി. ഞാൻ വൈകുന്നേരം 2 മണിക്ക് തുടങ്ങിയ ക്ലാസ്സാണ്. 5 മണി വരെ ഞാൻ ക്ലാസ് എടുത്തു. കുട്ടികൾ അങ്ങനെ ഇരുന്നു, ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. 5 മണിക്ക് കുട്ടികൾ ഇറങ്ങി ഓടുക, തിരക്കിട്ട് ഓടുക, ബസ്സെല്ലാം കിട്ടണ്ടേ. ഓടി ഇവനെല്ലാം കൂടെ വീട്ടിലെത്തുമ്പോഴത്തേക്ക് 6:15 6:15 എന്ന് പറഞ്ഞാൽ ഇപ്പം ഇരുടാ, നിങ്ങൾ കണ്ടില്ലേ, 6 മണിക്കൊക്കെ ബാങ്ക് കൊടുക്കും. അപ്പോൾ ഈ ഉമ്മ ഇവനെയും നോക്കി നിൽക്കുക. ഇവൻ ലേശം തരികിടുള്ള കുട്ടി, ഇവനാണെങ്കിൽ ഭയങ്കര മോട്ടിവേഷനാണ്, എനിക്ക് ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം എന്നൊക്കെ ഉള്ളത് അങ്ങനെ തരിച്ചിട്ടാണ് പോകുന്നത് വീട്ടിലേക്ക്. ഞാനിതൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഉമ്മാനോട് പറയണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സ്കൂളിൻ്റെ ബസ് വന്ന് അവിടെ നിന്നിട്ട് ഓടി വീട്ടിലേക്ക് കയറി. ലേറ്റ് ആകുന്നതിനനുസരിച്ച് ഉമ്മയ്ക്ക് ബേജാറാവുക, എവിടെയാണ് ഈ സാധനം, വരട്ടെ ഞാൻ ബാക്കി കൊടുക്കാന്നൊക്കെ ഇങ്ങനെ തരിച്ചു നിൽക്കുക. ഓൻ കയറുന്ന കാര്യത്തിൽ പറഞ്ഞു, ഉമ്മച്ചിയെ നിങ്ങൾ നോക്കിക്കോ ഞാൻ ഡോക്ടറായിരിക്കും എന്ന് പറഞ്ഞു. അന്നേരം ഉമ്മ പറയും, ഞാൻ അത് ഇങ്ങോട്ട് വാ, അതിൻ്റെ മുമ്പ് കോഴിക്കോട് അടച്ചിട്ടെങ്കിൽ പോരിയുന്നത്. വല്ലാത്ത ഉമ്മ എന്നല്ലേ. ഓ എനിക്ക് രാത്രി വാട്സാപ്പിൽ മെസ്സേജ്, സാറേ ഈ കോഴിക്കോടും ഡോക്ടറും തമ്മിൽ എന്താ ബന്ധം? ഞാൻ പറഞ്ഞു, ഒരു ബന്ധവുമില്ല, എനിക്ക് മനസ്സിലായി എന്തോ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഒരു ബന്ധവുമില്ല, ഉമ്മയും കോഴിക്കോടും തമ്മിലായിരിക്കും ബന്ധം, നമുക്കൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞു. ആരാ കോൺഫിഡൻസ് ഇല്ലാണ്ടാക്കിയത് കുട്ടികളുടെ? ആരാ നഷ്ടപ്പെടുത്തിയത്? ഉസ്താദ് നേരത്തെ ഒരു വേർഡ് ഉപയോഗിച്ചു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനം, റഹം. വാട്ട്സ് റഹം? റഹം എന്ന് പറഞ്ഞാൽ കാരുണ്യമാണ്. കാരുണ്യം എന്ന് പറഞ്ഞാൽ എന്താ? യൂട്രസിന്റെ പേരാ. യൂട്രസിനെ കുറിച്ച് ശാസ്ത്രം ഇന്നും റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. എന്താ യൂട്രസ് എന്നുള്ളതിനെ കുറിച്ച്, യൂട്രസിൽ നിന്ന് എങ്ങനെയാണ് കുട്ടികൾക്ക് എനർജി കിട്ടുന്നതിനെ കുറിച്ച് ശാസ്ത്രം റിസർച്ച് ചെയ്യുന്നു. ഇസ്ലാമിന്റെ പേര് നോക്കിയ റഹം, യൂട്രസിന്റെ പേരാ. റിലേറ്റഡ് യൂട്രസാ എല്ലാ കുഞ്ഞുങ്ങളും. എനിക്ക് ഗർഭപാത്രമില്ല, അതുകൊണ്ട് ഈ ഇരിക്കുന്ന ആളുകൾക്കാണ് ഗർഭപാത്രമുള്ളത്, സ്ത്രീകൾക്കാണ്. കണക്റ്റഡ് ചൈൽഡാണ്, കണക്റ്റഡ് കിഡ്സ് ആണ്. ഇത് സയൻസാ. ഞാൻ പറയും, നിങ്ങൾക്ക് സയൻസിനോടാണല്ലോ വലിയ വിശ്വാസം. കുട്ടികൾക്കൊക്കെ ഉസ്താദുമാർ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും വിശ്വാസം ഉണ്ടാവും. ഓല അത് പണ്ടേ പറയുന്നതെന്ന് പറയും. ഇത് സയൻസ്. ഞാൻ പറയുന്നത് സയൻസ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ഇസ്ലാമാ. ഞാനിങ്ങനെ പാൻറ്റും കുപ്പായൊക്കെ ഇട്ട് പറയുമ്പോൾ ചിലപ്പോൾ അത് വലിയ എന്തോ സാധനം ഒന്നുമല്ല. 1400 കൊല്ലം മുമ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സാധനം. കണക്റ്റഡ് യൂട്രസാ. ആധുനിക റഷ്യ പോലും ഈ യൂട്രസിന്റെ കണക്ഷനെ കുറിച്ച്, ഈ എന്തുകൊണ്ടാണ് ഈ റേഡിയേഷൻ കുട്ടികളിലേക്ക് പോകുന്നത്, കുഞ്ഞുങ്ങളെ എന്തുകൊണ്ട് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുന്നു, കുഞ്ഞുങ്ങളെ എന്തുകൊണ്ട് നമുക്ക് വളർത്താൻ കഴിയുന്നു, എങ്ങനെ അവർക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതിനെ കുറിച്ച് ശാസ്ത്രം റിസർച്ച് ചെയ്തു. അങ്ങനെ റിസർച്ച് ചെയ്തപ്പോൾ ഉമ്മാൻ്റെ അടുത്ത് എന്തോ ഒരു എനർജി, ഒരു റേഡിയേഷൻ പോകുന്നുണ്ടല്ലോ കുട്ടികളുടെ അടുത്തേക്ക്. എന്തെന്നാന്നൊരു ഐഡിയ ഇല്ല. അത് കണ്ടുപിടിക്കാൻ ആധുനിക സയൻസ് ക്യാമറ കണ്ടുപിടിക്കാൻ നോക്കി. എവിടെ കിട്ടിയില്ല. ക്യാമറയിൽ റേഡിയേഷൻ കിട്ടിയില്ല. ശാസ്ത്രത്തിനപ്പുറത്തേക്ക് ഇസ്ലാം പറയുന്നു, ഇറ്റ്സ് കണക്റ്റഡ് യൂട്രസ്. ഒരൊറ്റ ബ്രേക്ക് ചെയ്തിട്ടുള്ളൂ. ഒരു ഞരമ്പിൽ ആംബ്ലിക്കൽ കോഡ്, എന്തായാലും നമ്മൾ പറയാം, മറ്റേ പൊക്കിൾക്കൊടി ഇല്ലേ, ആ പൊക്കിൾക്കൊടി ഒന്ന് കട്ട് ചെയ്തേ ഉള്ളൂ. അന്നേരം നിങ്ങൾ വേറെ ഭക്ഷണം കഴിക്കണം, കുഞ്ഞൻ വേറെ ഭക്ഷണം കഴിക്കണം, വേറൊരു വ്യത്യാസമില്ല. ഞാനിപ്പോൾ വേറെ ഭക്ഷണം കഴിക്കണം, ഉമ്മ വേറെ ഭക്ഷണം കഴിക്കണം, വേറൊരു കുഴപ്പവും ഞങ്ങൾ തമ്മിലില്ല. അതുകൊണ്ടാണ് വൈകുന്നേരം ക്ലാസ്സൊക്കെ എടുത്ത് ക്ഷീണിച്ച് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഉമ്മ ചോദിക്കും, എന്താ അസ്ലമേ എൻ്റെ മുഖത്ത് എന്തോ ഒരു ഇത്. ഞാൻ ഭയങ്കര ചിരിച്ചോണ്ടൊക്കെ പറയും, ഞാൻ സൈക്കോളജിസ്റ്റാണല്ലോ. ഒന്നുമില്ലല്ലോ ഉമ്മ, പോടാ അവിടുന്ന്. കണ്ട, അതിനേക്കാൾ വലിയ സൈക്കോളജിസ്റ്റ് ലോകത്ത് ഒരാളും ഇല്ല. നിങ്ങൾക്ക് കോൺഫിഡൻസ് കൊടുക്കാൻ പറ്റുമോ കുട്ടികൾക്ക്? പറ്റുമെങ്കിൽ കൊടുത്തോ. വെറുതെ എങ്ങനെ നിൽക്കണ്ട. മക്കളെ വാങ്ങിക്കോ, ചോദിച്ചു വാങ്ങിക്കും. ഉമ്മച്ചിനോട്, ഉമ്മച്ചി പറ ഞാൻ എന്തെങ്കിലുമൊക്കെ ആവുമെന്ന് പറ. ചോദിച്ചു വാങ്ങിക്കോ, എന്നാലേ കിട്ടൂ. ഉമ്മ തരൂല. കാരണം ഉമ്മ അതത് സിറ്റുവേഷൻസ് അനുസരിച്ചാണ്. ഇപ്പോൾ പുതിയ അങ്ങനെയാണല്ലോ കുട്ടികൾക്കൊക്കെ റിലേഷൻഷിപ്പ്, സിറ്റുവേഷൻഷിപ്പ്, അങ്ങനെ കുറേ സാധനങ്ങളാണ്. അതത് സിറ്റുവേഷനിൽ എന്താണോ ഫീലിങ്സ്, ഓളയും കൂട്ടി പോവുക കുറച്ചു നേരം. അതുപോലെ ഓരോ സിറ്റുവേഷൻ്റെ ഉമ്മ രാവിലെ എന്തെങ്കിലും ആ സാധനത്തിനോടൊക്കെ വെറുപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലെ കറിവേപ്പില അടക്കം ചീത്ത പറയും. ഈ കറിവേപ്പിലൊക്കെ എന്താ വളർന്നു വിട്ടാൽ അതെങ്ങനെ വളരാനാ? പൂച്ച മുഖത്തോക്കി കരഞ്ഞ, ഇങ്ങനത്തെ പൂച്ച എൻ്റെ മുഖത്തോക്കി കരയുന്നു. പൂച്ച മുഖത്തോക്കി കരഞ്ഞൊന്നല്ല, പൂച്ച കരഞ്ഞതാ. സിറ്റുവേഷനാണ് എന്ന് പറഞ്ഞാൽ ആ സിറ്റുവേഷൻ അനുസരിച്ചാണ് ഉമ്മച്ചി നിങ്ങൾ എന്താ ചെയ്തു കൊടുത്താൽ ഭയങ്കര സന്തോഷമായിരിക്കും. അന്നേരം ഞാൻ എന്താവെന്ന് ചോദിച്ചാൽ, മോള് വലിയതാവും, മോള് പഠിച്ച് നല്ലതാവും. അല്ലെങ്കിൽ ഒന്നും ആവില്ല, ഇനിയൊന്നും ഗുരുത്തം പിടിക്കില്ല മോളെ, അല്ലേ? കുട്ടികളുടെ കോൺഫിഡൻസ് എന്ത് ഭംഗിയാണ് നിങ്ങൾ പിരിക്കുന്ന കാണാൻ.
അല്ലേ? നേരത്തെ ചിതറിക്കിടന്ന ആളുകൾ അവിടെ ഇവിടെയൊക്കെ ചിതറിക്കിടന്ന ആളുകൾ 20 മിനിറ്റ് ഞാൻ സമയം തുടങ്ങുമ്പോഴത്തേക്ക് എന്ത് ഭംഗിയായിട്ട് എന്നെ തന്നെ ശ്രമിച്ചിരിക്കുന്ന ഒരു കുടുംബസംഘമാണല്ലോ അല്ലേ? മക്കളുണ്ട്, വയസ്സന്മാരുണ്ട്, വലിയവരുണ്ട്, സാധാരണക്കാരുണ്ട്, യുവാക്കളുണ്ട്. ഐ റിയലി താങ്ക് യു, അപ്രീഷിയേറ്റ് യു. ഇത്ര ഭംഗിയായിട്ട് എൻ്റെ സദസ്സിൽ ഇങ്ങനെ ഇരുന്നേന് കേട്ടോ. ഞാനിപ്പോൾ അവസാനിപ്പിക്കും. ഇത് സമയം ഒരു 10 മിനിറ്റ് ഞാൻ എടുത്തോട്ടെ? ഓക്കെ, ഞാൻ 11:40 അവസാനിപ്പിക്കുന്ന പറഞ്ഞു. 39 അതിനിടയിൽ ഒരു 5 മിനിറ്റ് പോലെ എടുത്തുകൊണ്ട് ഒരു 10 മിനിറ്റ് ഞാൻ കൂടുതൽ ചോദിച്ചു. ഞാൻ അവസാനിപ്പിക്കും. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം കോൺഫിഡൻസ് കൊടുക്കേണ്ടത് നമ്മളാണ്. LKG പഠിക്കുന്ന കുട്ടികൾ, മക്കളെ ഞാൻ കുട്ടികളോടുള്ള സദസ്സാണല്ലോ, നിങ്ങൾ ചോദിച്ചു വാങ്ങണമെന്ന് പറയാൻ കാരണം എന്താണെന്നറിയോ? അവരതിനെക്കുറിച്ച് അവെയർ ആയിരിക്കണം എന്നില്ല. ചിലപ്പോൾ നമ്മുടെ പാരൻസ് അതിനെക്കുറിച്ച് അവെയർ ആയിക്കണം എന്നില്ല. നമ്മൾ ചേർത്ത് പിടിക്കണം. നമ്മൾ ഈ സ്കൂളിലൊക്കെ കൊണ്ടുപോകുന്നതൊക്കെ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുക. LKG കുട്ടികളെ, UKG കുട്ടികളൊക്കെ, ചെറിയ കുട്ടികളൊക്കെ സ്കൂളിൽ 1ാം ക്ലാസ്സിലൊക്കെ കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോകുന്നത് കാണാൻ ഭയങ്കര രസമാണ് അല്ലേ? ഈ രാവിലെ പറഞ്ഞ് തള്ളലും പിടിക്കലും കൊണ്ടുപോകലും ബസ് കയറ്റലും. ബസ്സിലൊക്കെ ഇങ്ങനെ ഞാനൊരു ദിവസം ഒരു ബസ്സിൻ്റെ അടുത്തൂടെ അങ്ങനെ പോവാണ്, എൻ്റെ നാട്ടിൽ തന്നെയാണ്. അപ്പോൾ ഒരു കുട്ടീനെ, ചെറിയ LKG പഠിക്കുന്ന ഒരു കുട്ടിയാണ്, ഓളങ്ങനെ തള്ളി കൊണ്ടുവരുന്നു ഉമ്മച്ചി. ഇങ്ങനെ കൊണ്ടുവന്ന് അതിൻ്റെ ഇടയിൽ ദോശ പിടിച്ച് കയറ്റുന്നുണ്ട്, വായിൽ വെള്ളം എടുക്കുന്നുണ്ട്, എല്ലാം കൂടി ഇടുന്നുണ്ട്. ഇങ്ങോട്ടത്തിൽ ഇങ്ങനെ തള്ളുകയും ചെയ്യുന്നുണ്ട്. എല്ലാ പരിപാടിയും ഒന്നിച്ച് ചെയ്യുന്നുണ്ട്. ഒരു കൈ കൊണ്ട് ഇങ്ങനെ തള്ളുന്നുണ്ട്, ഒരു കൈ കൊണ്ട് ഉള്ളോട്ട് ഇടുന്നുണ്ട്, എന്തൊക്കെയോ ആക്കുന്നുണ്ട്. അവസാനം ബസ്സിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ബസ്സിൽ ഒരാട്ട തളച്ചല്ലേ. അങ്ങനെ ടീച്ചർ വേഗം കൈ പിടിച്ച് കയറ്റി. ആ കുഞ്ഞു കുട്ടി ഉണ്ടല്ലോ, ബസ് കയറിയിട്ട് തിരിഞ്ഞു നിന്നിട്ട് ഈ ഉമ്മൻ്റെ മുഖത്ത് നോക്കിയിട്ട്, ഉമ്മ എന്ന് പറഞ്ഞാൽ ചെറിയ പെൺകുട്ടിയാണ്, ഇവിടെയൊക്കെ ഇരിക്കുന്ന കുട്ടികളെ പോലെ ചെറിയൊരു കുട്ടിയാണ്, ഓളെ മുഖത്ത് നോക്കിയിട്ട് നല്ലൊരു ക്യൂട്ട് സ്മൈൽ. ആ LKG പഠിക്കുന്ന മോള് എന്തൊരു രസമുള്ള ചിരി അതിൻ്റെ ഉള്ളിൽ നിന്ന് ചിരിച്ചെന്നറിയോ? അതിൻ്റെ ബസ്സിൽ നിന്ന് നോക്കിയിട്ട് ഉമ്മൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഭയങ്കര ചിരി ചിരിച്ച്. പക്ഷെ ആ സ്ത്രീ ഉണ്ടല്ലോ മസിൽ പിടിച്ചടന്ന്. ഞാൻ എന്തായാലും അതൊന്നും അറിയണമെന്ന് വിചാരിച്ചു. അങ്ങനെ ആ ബസ്സൊക്കെ പോയപ്പോൾ എനിക്ക് ഓളെ അറിയാം, അങ്ങനെ അറിഞ്ഞൂടെ, കാണലുണ്ടെന്ന്. ഓളോട് ഞാൻ ചോദിച്ചു, എൻ്റെ മോളല്ലേ അത്? ഓള് ചിരിച്ചിട്ടെങ്കിൽ എന്താ ചിരിക്കാൻ ചെന്ന് ചോദിച്ചു. അന്നേരം ഇവള് പറയാന്നേ, ചിരിച്ചൂടാ. ഞാൻ ചോദിച്ചാൽ എന്താ ചിരിച്ചാ ഓളിന്ന് പോരും എന്ന് പറഞ്ഞു. ആരോട് പറയാൻ? അങ്ങനത്തെ ഓളോടാണ്, നിങ്ങളോടാണ് ഞാൻ എന്ത് പറയേണ്ടത്? കുട്ടികളെ കെട്ടിപ്പിടിച്ച് വിടണം, ഹഗ് ചെയ്യണമെന്നാണ് ഇസ്ലാം സുന്നത്താക്കിയത്. യാത്രാവേളകൾ 2 കാര്യങ്ങളാണ്. ഒന്ന് ഹഗ് ചെയ്യുക എന്നുള്ളതാണ്, ചേർത്ത് പിടിക്കുക എന്നുള്ള. ചേർത്ത് പിടിക്കുമ്പോഴുള്ള കണക്ഷൻ എന്താണെന്നറിയോ? ഹൃദയങ്ങൾ തമ്മിലുള്ള കണക്ഷനാണ്. ചേർത്ത് കൊടുക്കണം. പണ്ടൊക്കെ ഹജ്ജിന് പോകുമ്പോൾ അതിന് ചേർത്ത് പിടിക്കൽ, ഇപ്പം അതുമില്ല. ഉംറക്ക് പോകുമ്പോൾ ഒന്നും ഇപ്പം ചേർത്ത് പിടിക്കുന്നില്ല. ഇപ്പം ഇങ്ങനെ എറിഞ്ഞ് പിടിപ്പിക്കല. അസ്സലാമു അലൈക്കും, വലൈക്കും അസ്സലാം, എറിയാ പിടിക്കുക അല്ലേ? ഉംറക്ക് പോകാട്ടോ, പൊയ്ക്കോളി ഒക്കെ അങ്ങനെ പോരാ, ചേർത്ത് പിടിക്കണം. ഹസ്ബൻഡ് ഗൾഫിലേക്ക് പോകുമ്പോൾ ചേർത്ത് പിടിക്കണം. പോകുന്ന പോക്കിൽ ഞാൻ ഇതിലൂടെ പോകട്ടോ പറഞ്ഞാൽ അങ്ങനെ ശരിയാവൂല. നോ, വരണം. ചേർത്തിട്ട് ഹൃദയവുമായിട്ടുള്ള കണക്ഷൻ ഉണ്ടാവണം. +2 പഠിക്കുന്ന കുട്ടികൾ, 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ, 9ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ, വലിയ പെൺകുട്ടികളൊക്കെ ഉമ്മയെ ചേർന്ന് നിൽക്കണം. നിങ്ങൾ ചേർത്ത് പിടിച്ചോ, ഒരു സംശയമില്ല. ഇനി നിങ്ങൾ ഇന്ന് ഇതൊക്കെ ചെയ്യാൻ തുടങ്ങിയാൽ, അല്ലെ നാളെ മുതൽ ആരെങ്കിലും ചിലപ്പോൾ ഇതൊക്കെ അങ്ങ് ചെയ്യാൻ തുടങ്ങും. ഏതെങ്കിലും ഒരു കുട്ടി പോയിട്ട്, അല്ലെങ്കിൽ ഒരു കുഞ്ഞൻ പോയിട്ട് ചിലപ്പോൾ ഉമ്മനോട് ഉമ്മ എന്നൊന്ന് ഹഗ് ചെയ്തിട്ട് വിടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ അന്നേരം ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്നറിയാം? അത് അയാൾ പറഞ്ഞിട്ടല്ലേ? കണ്ടോ? ഒരു സാഹചര്യത്തിൽ നന്നാക്കാൻ നിങ്ങൾ സമ്മതിക്കില്ല, ഒരാളെയും നന്നാക്കാൻ സമ്മതിക്കില്ല. ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും ചെയ്തിട്ട് ഇനിയിപ്പോൾ ഇത് ചോദിക്കേണ്ടത്, വേറെ എന്തെങ്കിലും ചോദിക്കും. എന്താ അപ്പോൾ ഒരു വല്ലാത്ത സ്നേഹമൊക്കെ, എന്തോ വാങ്ങാൻ എന്താ ഉണ്ടോ? അങ്ങനെയൊക്കെ ചോദിച്ചിട്ടങ്ങ് അവസാനം ചോദിക്കരുത്, ഒരു അക്ഷരം മിണ്ടരുത്. ആരെങ്കിലും പറഞ്ഞിട്ടല്ലേ മനുഷ്യന്മാരെ ഞങ്ങളിതൊക്കെ കേൾക്കുക അല്ലേ? ഒന്നുകിൽ യൂട്യൂബിൽ, ഇൻസ്റ്റഗ്രാമിൽ, റീൽസിൽ, അല്ലെങ്കിൽ ഞാൻ പറയുന്നത്, അല്ലെ വേറൊരാൾ പറയുന്നത്, അല്ലെ പുസ്തകം വായിച്ചിട്ട് ഇങ്ങനെയൊക്കെ അല്ലേ അറിവുണ്ടാവുക. അതിനെയൊന്നും നെഗറ്റീവ് ആക്കരുത് അവരുടെ മുമ്പിൽ. അയാൾ പറഞ്ഞു കേട്ടിട്ടല്ല ഇങ്ങനെ ചെയ്തൊന്നും ചോദിക്കരുത്. ഇവിടെ ഭാര്യ ഭർത്താക്കന്മാർ കേൾക്കുന്നുണ്ടാവും. ചിലപ്പോൾ ഭാര്യ ഭർത്താവിനോട് ഞാൻ നല്ല പെരുമാറാൻ തുടങ്ങിയാൽ വീട്ടിൽ പോയി ഭർത്താവ് ചോദിക്കും, അയാൾ പറയുന്നവരെ എൻ്റെ സ്നേഹമൊക്കെ അടി അതിനും പോയി, അതോടെ അത് കഴിഞ്ഞ്, എന്നാ പിന്നെ വേണ്ട പഴയപടി തന്നെ ആട്ടെ അല്ലേ? അങ്ങനെ പറയരുത്. കാരണം എന്താ അറിയോ? എവിടെന്നെങ്കിലൊക്കെ കേൾക്കുമ്പോഴാണ് ജീവിതത്തിൽ ഓരോ സ്റ്റെപ്പുകൾ നമ്മൾ എക്സ്പ്രസ് ചെയ്യുക. അങ്ങനെയാണല്ലോ അല്ലേ? നമ്മൾ ഓരോന്നും പുതിയത് പഠിക്കുന്നത് ഓരോരുത്തർ കാണുന്നത് കൊണ്ടാണല്ലോ. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളുടെ കോൺഫിഡൻസ് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കേണ്ടത് നമ്മൾ ചേർത്ത് പിടിച്ചോണ്ടാണ്. നിങ്ങളുടെ കുട്ടിക്ക് സ്റ്റാർ കിട്ടുകയെന്ന് പറയും. ചെറിയ മക്കൾക്കൊക്കെ സ്റ്റാർ കിട്ടില്ല, നല്ല രസമുള്ള പരിപാടിയാണ്. ഒരു സ്റ്റാർ, ഗോൾഡൻ സ്റ്റാർ അല്ലേ? ഇപ്പോൾ ടീച്ചേഴ്സൊക്കെ സ്റ്റാർ കൊണ്ടുവരും, ഇങ്ങനെ എന്നിട്ട് ഒട്ടിച്ചു കൊടുക്കുക ചെയ്യുക. ടീച്ചേഴ്സൊക്കെ ഉണ്ടാവും ഇവിടെ, നല്ല ടീച്ചേഴ്സാണ്. ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കും പേപ്പറിൽ, ഇത് സ്റ്റാർ. ചിലപ്പോൾ രണ്ടെണ്ണം കൊടുക്കും, ഗോൾഡൻ സ്റ്റാറൊക്കെ ഒട്ടിച്ചു കൊടുക്കും. കുട്ടിക്ക് ഒരു ഗോൾഡൻ സ്റ്റാർ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. ഒരു 3 ഗോൾഡ് സ്റ്റാറൊക്കെ ബുക്കിൽ ഇങ്ങനെ കണ്ട്, അത് എത്ര വലിയ കുട്ടിക്കാണെങ്കിൽ ഭയങ്കര രസമായിട്ടോ ആ സാധനം. നമുക്ക് കിട്ടിയാൽ പോലും വലിയ കാര്യമാണ്. എന്നിട്ട് അതിങ്ങനെ മടക്കി വെക്കും. വൈകുന്നേരം ഉമ്മച്ചീനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ സാധനമൊക്കെ സെറ്റാക്കിയിട്ട് ഇങ്ങനെ ഒരു മൂലയിൽ വെച്ചിട്ട് ആ ക്ലാസ്സിൽ നിന്ന് സ്കൂൾ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ഈ സ്റ്റാർ കാണിക്കാൻ വേണ്ടി പേപ്പറും പൊക്കിയിട്ട് വീട്ടിൽ നിന്ന് വൈകുന്നേരം ഒരു വരവുണ്ട്.
രാവിലെ പോയ പോക്കല്ല വൈകുന്നേരം എന്നുള്ളത് വേറൊരു സാധനമുണ്ട്. രാവിലെ നല്ല അടിപൊളി ടൈ, യൂണിഫോം, വൈറ്റ് ഒക്കെ വരുന്ന വരവ് കാണണ്ട. ഒരു ജാതി വരവാ. പോത്തങ്ങാൻ വരുമ്പോൾ എന്നൊക്കെ പറഞ്ഞാൽ അലറിക്കൊണ്ടാ വരുന്ന ചെയ്യും. ബാഗൊക്കെ വേക്കുന്ന വരുന്നുണ്ടോ, ഒരു സ്മെല്ലുണ്ട് ആ സമയത്ത്. കളിയെല്ലാം കഴിഞ്ഞിട്ട് വരുത്തല്ലേ. സ്ത്രീകളുടെ പണി എന്താ? ഉമ്മച്ചീൻ്റെ പണി എന്താ? ഉമ്മച്ചി വൈകുന്നേരം 4 മണി 5 മണി സമയത്തൊക്കെ സിറ്റ് ഔട്ടിലുണ്ടാവും. വെറുതെ ഇങ്ങനെ ഇരിക്കും, ഒന്ന് മൊബൈലൊക്കെ തോണ്ടിയിട്ട് ഇങ്ങനെ വെറുതെ ഇരിക്കും. എല്ലാം കുളിച്ച് ഫ്രഷൊക്കെ ആയതിനു ശേഷം ഭർത്താവ് നാട്ടിലുള്ള ആളാണെങ്കിൽ ചിലപ്പോൾ വിളിച്ച് ചോദിച്ചു നിങ്ങൾ എവിടെയാണ് ഉള്ളതെന്ന് ചോദിക്കും. അപ്പോൾ മൂപ്പർ പറയും ഞാൻ വടകര ഉള്ളത്. എപ്പം നിങ്ങൾ വരിക? ഞാനൊരു 10 മണിയൊക്കെ ആവും. അപ്പം നിങ്ങൾക്ക് ഫുഡ് വേണ്ട, എനിക്ക് വേണ്ട, നിങ്ങൾ കഴിച്ചോളി. ഉച്ചക്കത്തെ ചോറ് രാത്രിയും കൂടെ അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ. ഇരുത്ത സന്തോഷത്തിൻ്റെ. അന്നേരമാണ് ഈ കുഞ്ഞൻ ഓടി വന്നിട്ട്, ഈ ചെറിയ മോണ്ടൽ ഓടി വന്നിട്ട് മടിയിലേക്ക് ഇരിക്കുക. അല്ലെ, മടിയിലേക്കല്ല ഇരിക്കുക, മടിയിലിരിക്കുക. എത്ര കോലം കെട്ടാലും മടിയിലേക്കാണ് കയറിയിരിക്കുക. നിങ്ങൾ ചെയ്യുന്ന ഒറ്റ പണിയുണ്ട്, എല്ലാം കൂടെ തട്ടിയേക്കും. കാരണം എന്താ പറയുക, ആ കോലത്തിൽ ഇരിക്കാൻ കഴിയില്ലേറ്റാ. ഇതിങ്ങനെ തട്ടിയിട്ട് പറയും അതിലോടി പോയിട്ട് അതിൻ്റെ അകത്ത് പോയിട്ട് അവിടെ പോയി ബാത്റൂമിൽ പോയിട്ട് അത് കുളിച്ച് ഫ്രഷായി ബുക്കെല്ലാം വെച്ചിട്ട് സ്റ്റാറോ എന്താ വെച്ചാൽ എന്ത് വേണേലും ചെയ്യാം. നല്ല പുകയുണ്ട് അല്ലേ. ഓലിട്ട് കുറ്റം പറഞ്ഞും കൂടെ. കാരണം ചെമ്പിൻ്റെ കോലം കാണുമ്പോൾ നമുക്ക് ഇപ്പോൾ ഓല് നമ്മൾ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. സ്റ്റാറോ എന്താ വെച്ചാൽ ഞാൻ നോക്കിക്കോളാം, മോൻ കുറച്ച് കഴിഞ്ഞിട്ട് വന്നോ എന്ന് പറയും. പോരാ. ആ ചേർന്ന് വരുന്ന കുട്ടിയോട് മക്കളെ നിങ്ങൾ അങ്ങനെ ഓടി വരുമ്പോൾ, എൻ്റെ കുഞ്ഞു മക്കൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, ഒരുപാട് പേര് ഇരിക്കുന്നുണ്ട്, നിങ്ങൾ അങ്ങനെ ഓടി വരുമ്പോൾ നിങ്ങളുടെ ഡ്രസ്സും ഉമ്മൻ്റെ ഡ്രസ്സും ഒന്നും നിങ്ങൾ നോക്കണ്ട. ഉമ്മയോട് ചേർന്ന് നിന്നോ, ഉമ്മയോട് കൂടിപ്പിടിച്ചോ. എൻ്റെ ഉമ്മച്ചിനോട് പറയാൻ വെച്ചാൽ എനിക്ക് 3 സ്റ്റാർ കിട്ടിയിട്ടുണ്ട്. എല്ലാ ഉമ്മച്ചിമാരും പറയേണ്ട ഒരു കാര്യം എന്തെന്നറിയോ, ഉപ്പമാരോട് ഞാൻ പറയാത്ത എന്തെന്നറിയോ, കണക്ഷൻ മദറാണ്, മദർ റിലേറ്റഡ് കണക്ഷനാണ്, ഫാദർ അല്ല. അതുകൊണ്ട് നിങ്ങളോട് പറയുന്നത്, ഉമ്മ ചേർത്ത് പിടിച്ചിട്ട് ഒരു നുള്ളു പഞ്ചസാരയെങ്കിലും ഇല്ലാത്ത വീടുകളില്ലല്ലോ. വീട്ടിൽ പോയിട്ട് അടുക്കളയിൽ പോയിട്ട് ഒരു നുള്ളു പഞ്ചസാര എടുത്ത് വായിലിട്ട് വെച്ചിട്ടെടുത്ത് വാട്ട്സ് എ ഗ്രേറ്റ്, എൻ്റെ മോനല്ലേ വാങ്ങിയത്, മതി. വലുതാകുമ്പോൾ ഒരു കുഞ്ഞിനെയും നിങ്ങൾ കോൺഫിഡൻസ് വളർത്താൻ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തും കൊണ്ടുപോകണ്ട. ഏറ്റവും വലിയ സൈക്കോളജിസ്റ്റായിട്ട് ഉമ്മ വളർന്നു വരും, ഒരു സംശയമില്ല. ഞാൻ അവസാനിപ്പിക്കുന്നു. ഒരുപാട് യങ് ആയിട്ടുള്ള കുട്ടികൾ ഇരിക്കുന്നൊരു സദസ്സായതുകൊണ്ട് ഒറ്റ കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. കാരണം കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, കുട്ടികൾക്ക് വിദ്യാഭ്യാസമാണ്. 22 വയസ്സായാലും 23 വയസ്സായാലും പെൺകുട്ടികൾക്ക് ഇപ്പോൾ കല്യാണം വേണ്ട. നിങ്ങൾ ശ്രദ്ധിച്ചോന്നും അറിയില്ല. കല്യാണത്തിനെ കുറിച്ച് ചോദിക്കുമ്പോൾ കുട്ടികൾ പറയാം, കല്യാണം എന്തിനാ കല്യാണം എന്നൊക്കെ ചോദിക്കും അല്ലേ. കുറേ ചോദ്യങ്ങളാ. എന്തിനാ അതെന്തിനാ, ഇതെന്തിനാ? നമ്മുടെ പെൺകുട്ടി ഒരാൺകുട്ടിയെയും കൂട്ടി ഒരു ദിവസം വീട്ടിൽ വന്നു എന്ന് വിചാരിക്കാം. നമ്മൾ ചോദിക്കും ഇതെന്താ എന്നൊക്കെ ചോദിക്കും ആദ്യം തന്നെ. അപ്പം ഉമ്മച്ചി എന്താ വിചാരിച്ച്? അല്ല ഞാനൊന്നും വിചാരിച്ചില്ല. ഉമ്മച്ചി പിന്നെന്താ, ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന എൻ്റെ ലവറാണെന്ന് വിചാരിച്ച്. ഞങ്ങൾക്ക് അങ്ങനെ ഒന്നും വിചാരിച്ചത്. ഇതെൻ്റെ ഫ്രണ്ടാ, ബെസ്റ്റിയാ. അങ്ങനെ ഒരു പുതിയ പേര്, ബെസ്റ്റി. ഞാൻ നേരത്തെ പറഞ്ഞു ബെസ്റ്റി, റിലേഷൻഷിപ്പ്, സിറ്റുവേഷൻഷിപ്പ്. അപ്പോൾ നമ്മൾ ബെസ്റ്റിയോ, അതെന്താ സാധനം? അതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാ, അതിനെന്താ പ്രശ്നം? എന്നിട്ട് ഇങ്ങോ എൻ്റെ കയ്യെല്ലാം പിടിച്ചെന്താ, അതിനെന്താ കൈ പിടിച്ചാൽ അല്ലേ? കാരണം ഓള് പഠിക്കുന്നത് എന്തോ BSc കാര്യത്തിയാ, ഓള് ഡിഗ്രിയാ, ഓള് PG പഠിക്കുന്നത്. ഉമ്മച്ചിയോ പഴയ 8ാം ക്ലാസ്സാ, സാധാരണ നാട്ടിൻപുറത്ത് കാര്യത്തി, ഈ ആയഞ്ചേരി വില്യാപ്പള്ളിക്കാരത്തി. നമ്മളോടാണ് ഓളെ ചോദ്യം. ഓളെവിടെയാ? ഓള് ചെന്നൈയിലായിരുന്നു, ബാംഗ്ലൂരിലായിരുന്നു, ഓള് തമിഴ്നാട്ടിലായിരുന്നു, ഓള് ട്രിവാൻഡ്രം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വരിക, ഓള് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഡൽഹിയിൽ നിന്ന് വരിക. ഓളാ ചോദിക്കുന്നത് അതിനെന്താ അല്ലേ? ആദമിനെയും ഹവ്വയെയും രണ്ടുപേരെയും സൃഷ്ടിച്ചിട്ട് സ്വർഗത്തിലേക്ക് അയച്ചു അല്ലേ. സൃഷ്ടിച്ചതിന് കുറേ സജഷൻസ് കൊടുത്തു, മീൻസ് കുറേ ഇൻഫർമേഷൻ കൊടുത്തു, ഇന്നതാണ് അതാണ് ഇതാണ് അല്ലേ, എല്ലാ സാധനങ്ങളെക്കുറിച്ചും പഠിപ്പിച്ചു. എന്നിട്ട് അള്ളാഹ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു മരത്തെ കാണിച്ചിട്ട് പറഞ്ഞു ലാ തഖറബ ഹാദിഹി ഷജറ. എന്നാ പിന്നെ അതിനെ ചോദിച്ചാൽ പറയുന്നു അതിനെന്താ, മരത്തിനെന്താ പ്രശ്നം? ഇസ്ലാമിൽ കുറേ റെസ്ട്രിക്ഷൻസ് നിങ്ങൾക്കറിയോ? കാരണം നമുക്ക് വിദ്യാഭ്യാസമുണ്ട്, നമ്മൾ വിദ്യാഭ്യാസം വെച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര റെസ്ട്രിക്ഷൻസിനെയൊക്കെ നമുക്ക് വല്ലാതെ പുച്ഛം തോന്നും. ഇതെന്ത്, ആൺകുട്ടികളെ തൊടാൻ പാടില്ല, ആൺകുട്ടികളെ കൈ പിടിക്കാൻ പാടില്ല, എന്താ ഇത് അല്ലേ? റെസ്ട്രിക്ഷൻസിനോട് പുച്ഛം തോന്നും. ആർക്ക്? വിദ്യാഭ്യാസം കൂടി വരുമ്പോൾ അങ്ങനെയാണ് നമുക്ക് തോന്നുന്നത്. എന്നിട്ട് നമ്മൾ സ്വയം വിളിക്കുന്ന പേരാണ്, ഞാൻ എന്നൊക്കെ വിളിക്കുന്ന പേരാണ് പരിഷ്കൃതൻ. നിങ്ങളൊക്കെ ഇവിടെ കുറേ വയസ്സന്മാരൊക്കെ ഇരിക്കുന്നില്ലേ, അപരിഷ്കൃതൻ, പഠിക്കാത്തോല്. ഞാൻ പരിഷ്കൃതൻ, വിദ്യാഭ്യാസമുള്ള പരിഷ്കൃതൻ. ഞാൻ എന്തിനെക്കുറിച്ച്? എനിക്ക് വലിയ പരിഷ്കാരാ. ഈ പരിഷ്കൃതരായ ഞാൻ എവിടെ നിന്ന് ഇതൊക്കെ കോപ്പി ചെയ്തെന്ന് നിങ്ങൾക്കറിയോ? സമൂഹം പഠിപ്പിച്ചെന്ന് കുറേ കാര്യങ്ങളാണ്. അതിലേറ്റവും മുന്നിൽ നിൽക്കുന്നത് ഞങ്ങൾ മോഡൽ ചെയ്യുന്ന ആരെയാണെന്നറിയോ? ഒന്ന് സിനിമാ നടന്മാർ, ലോകത്തെ വലിയ ചിന്തകന്മാർ, വലിയ വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ആളുകൾ, ഓരോക്കെ ഞാൻ മോഡൽ ചെയ്തിട്ട് ഞാൻ പരിഷ്കൃതനായത്. ആ മോഡൽ ചെയ്ത ആളുകളുടെയൊക്കെ അവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? കഴിഞ്ഞ 2.5 മാസമായിട്ട് നമ്മൾ പത്രത്തിൽ വായിക്കുന്നത് എന്താ? സിദ്ദീഖിനെ നോക്കി പോലീസ് നടക്കുന്നു, ആരോന്നിൻ്റെ വാതിലിന് പോയി മുട്ടി, എൻ്റെ അഭിമാനം പോയി, എൻ്റെ മാനം നഷ്ടപ്പെടുത്തി ഇല്ലേ? ഇവരാ പരിഷ്കൃതർ. ഇവരായിരുന്നു കൈപിടിച്ച് നടക്കുന്നതിന് പ്രശ്നമില്ല എന്ന് പറഞ്ഞവർ. അന്നും പറഞ്ഞു, 1400 വർഷത്തിന് അപ്പുറത്തും പറഞ്ഞു ഇസ്ലാം, തുടരുത്. നിന്റെ സഹോദരിയും സഹോദരനും
സെയിം ബ്ലഡിലാണെങ്കിൽ പോലും ഒരേ രക്തത്തിൽ പറന്ന എൻ്റെ ബ്രദറിനോടും എൻ്റെ സിസ്റ്ററിനോടൊപ്പം ഞാൻ കിടക്കാൻ പാടില്ല ഒരു പ്രായമായാൽ എന്ന് ഇസ്ലാം പഠിപ്പിച്ചു. നമ്മൾ ശാസ്ത്രം വളർന്നപ്പോൾ എന്താ അങ്ങനെ കടന്നാൽ ചോദിച്ചു. റെസ്ട്രിക്ഷൻസിനെ ചോദ്യം ചെയ്തു നമ്മൾ, എന്താ കടന്നാൽ ഇല്ലേ? ആ ചോദ്യങ്ങൾ നിങ്ങളുടെയും എൻ്റെയും ഇത്തിരി പോന്ന ഭൗതിക വിദ്യാഭ്യാസം കൊണ്ടുള്ള ചോദ്യങ്ങളാണ്. അതൊക്കെ മാറ്റിവെച്ചേക്ക്. അങ്ങനെ കല്യാണം വേണ്ടെന്നൊക്കെ പറയുന്ന ഒത്തിരി പേര് നമ്മുടെ കുടുംബത്തിലൊക്കെ ഉണ്ട്. മക്കളോട് ഒറ്റ കാര്യം പറയാ, ഉള്ള സമയത്ത് അമ്മയാകാൻ പോകുന്ന പ്രായത്ത് സയൻസ് പറയുന്നു ബോഡി ഏറ്റവും അമ്മയാകാൻ ആഗ്രഹിക്കുന്ന പ്രായത്തിൽ അമ്മയാകുക തന്നെ വേണം. എങ്കിലേ കുഞ്ഞിന് എനർജി ഉണ്ടാവും, നിങ്ങൾക്ക് കോൺഫിഡൻസ് കൊടുക്കാൻ കഴിയും, നിങ്ങൾക്ക് ഏറ്റവും നന്നായി വളർത്താൻ കഴിയും. അതിനർത്ഥം 18-ാമത്തെ വയസ്സിലും 19-ാമത്തെ വയസ്സിലും നിങ്ങൾ ഫസ്റ്റ് ഡെലിവറി നടത്തണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ അമ്മയാകാനുള്ളൊരു പ്രായമുണ്ട്. നിങ്ങൾ PG കഴിഞ്ഞോളൂ, നിങ്ങൾ അതിൻ്റെ മുകളിൽ എഡ്യൂക്കേഷൻ നടത്തിക്കോളൂ, നിങ്ങൾ എത്രമാത്രം അക്കാഡമിക്കൽ എഡ്യൂക്കേഷൻ ഉണ്ടായിക്കോളൂ, പക്ഷെ അതിന് മുമ്പ് നേടണം. എന്നിട്ട് അവസാനം ചെയ്യുന്ന പണി എന്താ? അതാ രസം. ഒരിക്കലൊരു കല്യാണ വീട്ടിൽ നിന്ന് മഹറൊക്കെ കെട്ടി ഏതാണ്ട് ഭർത്താവിൻ്റെ കൂടെ പോകാനുള്ള സമയത്തിൻ്റെ തൊട്ട് മുമ്പ് ഒളിച്ചോടി ഒരു പെൺകുട്ടിയെ നേരിട്ട് കാണാൻ സമയം കിട്ടി എനിക്ക്. കോടതിയിൽ നിന്ന് വരിക. വന്നപ്പോൾ ആ കുട്ടിയുടെ പാരൻസ് ഇരിക്കുന്നുണ്ട്. ഉപ്പ കണ്ണുനീരോടുകൂടെ ഇരിക്കുന്നത്. ഞാൻ ചോദിച്ചു, നിങ്ങളെന്തിനാ ഇത്രമാത്രം കാര്യം, നമുക്ക് കുട്ടീനെ കിട്ടിയില്ലേ? അവർ പറഞ്ഞത് എന്നോട്, സർ ഞാൻ ആ വീട്ടിൽ കല്യാണ വീട്ടിൽ എല്ലാവരും ചോറ് തിന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, ചോറ് തിന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവള് പോയി എന്ന് പറഞ്ഞപ്പോൾ ആ കൈ ഇങ്ങനെ എടുത്തിട്ട് പോകുന്ന പോക്കുണ്ട് ആൾക്കാർ, ഇതെന്തിന് തിന്നാടോന്ന് ചോദിച്ചിട്ട്. അതാണ് എന്നെ വല്ലാതെ മനസ്സിനെ അലട്ടിയ വല്ലാത്ത ഫീലിങ്സ് എന്ന് പറയുന്നത് അതാണ് സർ. ഞാൻ അയാളെ എങ്ങനെ റിക്കവർ ചെയ്ത് കൊടുക്കുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഈ പെൺകുട്ടിയോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന, നിങ്ങൾക്ക് ഇപ്പോൾ അവരുടെ ചോദ്യം എന്താണെന്നറിയാം. പെൺകുട്ടികളെ കുറ്റം പറയല്ല കേട്ടോ, ആൺകുട്ടികളെയൊക്കെ കുറ്റം പറയാം. കുറ്റമല്ല, നിങ്ങൾക്ക് ഏറ്റവും നന്നായി തീരുമാനം എടുക്കാൻ കഴിയുന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യമുണ്ട്. ഞാനും പഴയ കാലത്തെ പോലെ ഉമ്മയും ഉപ്പയൊക്കെ കണ്ടുപിടിച്ച് തരുന്ന ആളെ തന്നെ ഞാൻ കെട്ടണോ? എനിക്കിഷ്ടമുള്ള ആളെ കെട്ടിക്കൂടെ? ഞാൻ പഠിച്ചിട്ടില്ലേ? എനിക്ക് വിദ്യാഭ്യാസം ഇല്ലേ? ഉണ്ട്. പക്ഷെ നിങ്ങളുടെ വിദ്യാഭ്യാസവും നിങ്ങളുടെ എഡ്യൂക്കേഷനും സർട്ടിഫിക്കറ്റും അല്ല ജീവിത പരിചയങ്ങൾ. 10-25-30 വർഷക്കാലം നിങ്ങളെ വളർന്ന ഒരു മനുഷ്യരിവിടെ ഉണ്ട്. അതിനോളം വരില്ല ലൈഫിലെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിന്റെ വാല്യൂ. ഞാനാ പറയുന്നത്. ഇന്ന് ഇവിടെ കിട്ടാവുന്ന ഏറ്റവും എഡ്യൂക്കേഷനിൽ എൻ്റെ ഡിപ്പാർട്ട്മെന്റിൽ ഏറ്റവും ടോപ്പിൽ പഠിച്ചിരിക്കുന്ന ആളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൻ്റെ മുകളിൽ ഇനി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും ഞാൻ പഠിച്ചു. എൻ്റെ സർട്ടിഫിക്കറ്റ് വെച്ചുകൊണ്ടാണ് ഞങ്ങളോടും കൂടെ പറയുന്നത്. ഞാനും നിങ്ങളൊക്കെ സെയിമാ. നമ്മുടെ സർട്ടിഫിക്കറ്റ് ഒന്നും അല്ല ഈ കാര്യം. അവരിതാ ഈ ഇരിക്കുന്ന ഒരുപാട് മനുഷ്യരില്ലേ, അവരുടെ ഉള്ളിലുള്ള ജീവിതാനുഭവങ്ങളുണ്ട്. ആ ജീവിതാനുഭവങ്ങളെ പങ്കുവച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ ഏറ്റവും യുക്തമായ തീരുമാനം എടുക്കുന്ന പുതിയ തലമുറകൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഏറ്റവും നല്ല ലൈഫിനെ ഉണ്ടാക്കിയെടുക്കുക. അപ്പോഴേ കുടുംബങ്ങളിൽ ബന്ധം ഉണ്ടാവും. കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിഷ്ടപ്പെട്ട എൻ്റെ കൂടെ പോകുന്ന ഒരാളോട് പോവല്ല. 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ കൗൺസിലിങ്ങിന് കൊണ്ടുവന്നപ്പോഴേ എനിക്ക് എൻ്റെ റിലേഷൻഷിപ്പിലുള്ള ആളല്ലാത്ത ഒരാളെയും വേണ്ട എന്ന് ശാഠ്യം പിടിച്ചപ്പോൾ ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, മോള് ഈ കുട്ടിയെ പ്രേമിച്ച് എത്ര വർഷം കഴിഞ്ഞാലാ കല്യാണം കഴിക്കാമെന്ന് ചോദിച്ചു. 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയാണ്. 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആക്കാനാണ് എൻ്റെ ഡ്യൂട്ടി. എത്ര വർഷം കഴിഞ്ഞാലാണ് മോൾ ഈ കുട്ടീനെ കല്യാണം കഴിക്കാമെന്ന് ചോദിച്ചു. ഈ പെൺകുട്ടിയോട് ചോദിച്ചു, നീ ഈ ചെക്കൻ എത്ര വർഷം കല്യാണം കഴിഞ്ഞ്? അപ്പോൾ പറഞ്ഞു 10 കഴിയണം, 11 കഴിയണം, 12 കഴിയണം, പിന്നെ ഡിഗ്രി 1 കഴിയണം, 2 കഴിയണം, 3 കഴിയണം, പിന്നെ PG 1 കഴിയണം, 2 കഴിയണം. 8 വർഷം കഴിഞ്ഞാലാണ് ഞാൻ അവനെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞു. മിനിമം 6 വർഷമെങ്കിലും ഞാൻ എടുക്കുമെന്ന് പറഞ്ഞു. ശരി, 6 വർഷം കഴിഞ്ഞാൽ കല്യാണം കഴിക്കുന്ന ഒരു മനുഷ്യനെ 9-ാം ക്ലാസ് മുതൽ കൊണ്ടുപോവുക. നിങ്ങൾ പറയും അതിനെന്താ ഒരു സുഖം, എന്ത് മനുഷ്യൻ എന്തൊക്കെ ടെൻഷൻ ഉണ്ടോ? ഞാൻ ആ കുട്ടീനോട് ചോദിച്ചു, നീ കല്യാണം കഴിച്ചാൽ അതിൻ്റെ പേരെന്താന്ന് ചോദിച്ചു. ഇപ്പം നിങ്ങൾ റിലേഷൻഷിപ്പെന്നോ എന്തോ ആയിക്കോട്ടെ, കല്യാണം കഴിച്ചു കൊണ്ടുവന്നാൽ ഈ ആളുടെ പേരെന്താന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു എൻ്റെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞു. ഭർത്താവിന് വേണ്ടിയിട്ടാണ് 6 കൊല്ലം വെയിറ്റ് ചെയ്യുന്നത്. ഞാനൊരു തമാശ പറഞ്ഞുതരാം. ഞാനും എൻ്റെ ഭാര്യയും 2 മക്കളാണ് എനിക്കുള്ളത്. ഞങ്ങൾ 4 പേരും കൂടെ ഇങ്ങനെ ഇരിക്കുക. ഇരുന്നെന്തൊക്കെയോ വർത്താനം പറയുന്നതിനിടയിൽ ഞാൻ മോനെന്തോ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അത് ഭാര്യനോട് ചോദിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഭാര്യ എൻ്റെ വൈഫ് പറഞ്ഞു അത് ഭർത്താവിനോട് ചോദിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ മോൻ ഇതൊന്നും അറിയില്ല. അപ്പോൾ മോൻ എന്നോട് ചോദിച്ചു, ഉപ്പ എന്തെന്നാ ഈ ഭാര്യ ഭർത്താവ് എന്നൊക്കെ പറഞ്ഞാന്ന് ചോദിച്ചു. അപ്പോൾ വീണ്ടും ഇങ്ങനെ ഞാനങ്ങനെ പറഞ്ഞു പോകാൻ ഞാൻ മൈൻഡ് ചെയ്യാണ്ട് പോകാൻ ചോദിച്ചു. ഉമ്മച്ചിനോടെന്ന് ചോദിച്ചു, ഉമ്മച്ചി എന്തെന്നാ ഈ ഭർത്താവ് എന്ന് പറഞ്ഞെന്ന് ചോദിച്ചു. അപ്പോൾ ഉമ്മച്ചി പറഞ്ഞു അതാ ഭർത്താവ് എന്ന് പറഞ്ഞു. എന്നെ കാണിച്ചിട്ട് ഇതാ ഭർത്താവ്.
ഞാൻ ആകെ അങ്ങ് എന്തോ ആയിപ്പോയി. ഞാൻ വിചാരിച്ചു എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്, ഞാനാണ് ഏറ്റവും വലിയ ലോകത്ത് ഓളെ ഭർത്താവായിട്ട്. അന്നേരം അവൾ പറയും ഇതാ ഭർത്താവ്. നിങ്ങൾ 9, 6, 8 കൊല്ലം കൊണ്ടുവന്നിട്ട് കിട്ടുന്ന സാധനത്തിൻ്റെ പേരെന്തെന്നറിയോ? ഭർത്താവ്. ഇവിടെയുള്ള കുട്ടികളുണ്ടല്ലോ 5, 6 കൊല്ലം കൊണ്ടുവന്ന് ടെൻഷൻ അടിച്ചിട്ട് മൊബൈലിലൂടെ ഒളിപ്പിച്ചേച്ച് അവിടെ ഒളിപ്പിച്ചേച്ച് ആ മുകളിൽ പോയി വിളിച്ചിട്ട് ടെറസിൻ്റെ മുകളിൽ പോയി വിളിച്ചിട്ട് കൊണ്ടുവന്നിട്ട് കിട്ടാൻ പോകുന്ന സാധനത്തിൻ്റെ പേരെന്നറിയോ? ഭാര്യ. അതുപോലെ പോയി ഉമ്മാനോട് ഉപ്പാനോട് ചോദിക്കും എന്തെന്നാ ഭാര്യ ഭർത്താവ്. അപ്പോൾ ഓല് പറയും മക്കളെ ഭാര്യയ്ക്കും ഭർത്താവിനും വേണ്ടിയിട്ട് ഇത്രയൊന്നും ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല, അത് നാളെ പോയി മറ്റന്നാൾ കെട്ടാൻ പറ്റുന്ന സാധനമാണ്. ഇത്രയേ ഉള്ളൂ. അത് നിങ്ങൾ എങ്ങനെ നോക്കിയെടുത്താലും മനുഷ്യ സഹജമായ ബിഹേവിയേഴ്സ് ഉണ്ടാവും. ബ്രെയിൻ അങ്ങനെയാണ്, കണക്റ്റഡ് അങ്ങനെയാണ്, അവരുടെ ഇമോഷൻ അങ്ങനെയാണ്. ഇനിയിപ്പോൾ അങ്ങനെ ഒന്നും അല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റ് അങ്ങ് ആവുകയും ചെയ്യും. അല്ലേ? നമ്മൾ ഒത്തൊരു സാധനത്തിനല്ലേ നമ്മൾ പിടിച്ചുകൊണ്ട് പോകുന്നത്. എന്നിട്ട് ഇപ്പം അതിൻ്റെ കോലം കണ്ടില്ല നിങ്ങൾ? അല്ലേ? എത്രങ്ങാ നോക്കിയിട്ട് ഒന്നിനെ കൊണ്ടുവന്ന് അതിൻ്റെ സ്വഭാവം നമുക്കറിയപ്പോൾ. അതുകൊണ്ട് വെറുതെ ടെൻഷൻ ആവണ്ട. 10, 12 കൊല്ലമൊക്കെ ടെൻഷനായിട്ട് ജീവിതം നോക്കണ്ട. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വേണ്ട സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും ലഭ്യമായതിനെ കിട്ടും. ഫ്രണ്ട്ഷിപ്പൊക്കെ ഉണ്ടായിക്കോട്ടെ, പക്ഷേ ഫ്രണ്ട്ഷിപ്പിൻ്റെ അതിരുകൾ അപ്പുറത്തേക്ക് കടക്കാതിരിക്കുക, മൊറാലിറ്റി കീപ്പ് ചെയ്യുക. ഞാൻ അവസാനിപ്പിക്കുന്നത് ഇത്രയും സമയം എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നുന്നൊരു കുടുംബ സംഗമത്തിൻ്റെ ഉച്ച സമയമാണിത്. 12 മണി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ഭംഗിയായിട്ട് എൻ്റെ സദസ്സ് ഇത്ര ഭംഗിയാക്കി തന്ന ഈ മേപ്പാടി കുടുംബത്തിന് എല്ലാ കാരണവർക്കും ഇവരുടെയൊക്കെ അഭിമാനം കാത്തു സൂക്ഷിച്ച് ഈ കുടുംബത്തിലെ കുഞ്ഞു മക്കളടക്കം വലിയ അനുഗ്രഹമുള്ളവരായിട്ട് മാറട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ആയുസ്സും ആരോഗ്യവും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. കൂടുതൽ സമയം എടുത്തു പോയിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. എടുത്തു പോയിട്ടുണ്ടെങ്കിൽ എത്രയാണോ ഞാൻ കൂടുതൽ എടുത്തത് അത്രേ സമയത്തിൻ്റെ എണ്ണത്തിനനുസരിച്ച് ക്ഷമ ചോദിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.